കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളിൽ ദിവ്യകാരുണ്യം ഏകണേ. പുത്രൻ ഞങ്ങൾക്കായി ചൊരിഞ്ഞൊരു ദിവ്യരക്തത്താൽ കഴുകണേ. മേരി മാതാവേ ഞാൻ നിന്റേതല്ലേ, ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളെ ദിവ്യകാരുണ്യം ഏകണേ. മാതൃത്വത്തിൻ്റെ ശോഭയേറിയ നീലവസ്ത്രത്തിൽ ഞങ്ങളെ ചേർത്തണച്ചു നിൻ പുത്രൻ മുൻപാകെ തിരുമുൽ കാഴ്ചയായി നൽകണേ. ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളെ ദിവ്യകാരുണ്യം ഏകണേ. മണ്ണിൽ സൗരഭ്യം വീശും സ്നേഹതൈലം പകർന്നോളേ. പരിശുദ്ധാത്മാവിൻ ചൈതന്യം വീശി കൈകൂപ്പുന്നോരെ കാക്കണേ. മണർകാടിൽ മണ്ണിൽ സൗരഭ്യം വീശും സ്നേഹതൈലം പകർന്നോളേ. പരിശുദ്ധാത്മാവിൻ ചൈതന്യം വീശി കൈകൂപ്പുന്നോരെ കാക്കണേ. മേരി മാതാവേ ഞാൻ നിന്റേതല്ലേ, ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളെ ദിവ്യകാരുണ്യം ഏകണേ. മേരി മാതാവേ ഞാൻ നിന്റേതല്ലേ, ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളെ ദിവ്യകാരുണ്യം ഏകണേ. ദിവ്യകാരുണ്യം ഏകണേ.
അമ്മയാണ്, പരിശുദ്ധ അമ്മ. ദൈവ കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടി. ദൈവത്തിൻ്റെ വചനം മാലാഖയിലൂടെ ഈ ഭൂമിയിൽ പരിശുദ്ധമ്മയെ അറിയിച്ച ദൈവത്തിൻ്റെ ദൂതനെ നമുക്ക് ഓർക്കാം. കൃപ നിറഞ്ഞ അമ്മയുടെ വലിയ സാന്നിധ്യം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പാടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. ചേർന്ന് നമുക്ക് പാടാം. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ. നമുക്ക് ചേർന്ന് പാടാം. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ചേർന്ന് പാടാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ചേർന്ന്. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിന് ആരാധന.
മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹോവ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം ദയ സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം നന്മ ഒരിക്കൽ കൂടി കൃപ ലഭിച്ചോരെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം ചേർന്ന് പാടി സ്തുതിച്ചിടട്ടെ. എല്ലാവരും. കൃപ ലഭിച്ചോരെല്ലാം ദയ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം ഒരിക്കൽ കൂടി സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം നന്മ സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹോവ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഒരിക്കൽ കൂടി ആരാധന ആരാധന യാഹോവ ദൈവത്തെ. ആരാധന ആത്മാവിലും ഒരിക്കൽ കൂടി ആരാധന യാഹോവ ദൈവത്തെ. ആരാധന ആത്മാവിലും സത്യത്തിലും ഒരിക്കൽ കൂടി ചേർന്ന് ആരാധന യാഹോവ. ആരാധന ആത്മാവിലും സത്യത്തിലും കൃപ ലഭിച്ചവരെല്ലാം കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഒരിക്കൽ കൂടി കൃപ ദയ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം നന്മ ആരാധന ആരാധന യാഹോവ ദൈവത്തെ. ആരാധന ആത്മാവിലും ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. നമ്മുടെ കണ്ണുനീരുകളെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ഓർക്കാം. പാപത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി കഴിയുന്ന പരിശുദ്ധ അമ്മയുടെ വിലയേറിയ സാന്നിധ്യവും മാധ്യസ്ഥവും ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പാടാം. നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ ക്ലേശങ്ങളിലും നമ്മളെ സഹായിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ചേർന്ന് പാടാം. ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ
പാടാം. കണ്ണുനീർ താഴ്വരയിൽ കണ്ണുനീർ വാർത്തവനും കാര്യം നടത്തിത്തരും. ഒരിക്കലും കൂടി ചേർന്നല്ലോ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനും കാര്യം നടത്തിത്തരും. ഞാനുണ്ട് അന്ത്യം വരെ.
കാലങ്ങൾ കാത്തിടണോ നാദാ നിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങൾ ഏറെയില്ല. കാലങ്ങൾ കാത്തിടണോ കാന്താ നിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങൾ ഏറെയില്ല. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട്. മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് ഉൾപ്പെടുത്തരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും തലസ്ഥാനങ്ങളിൽ ഇരിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിനരായ സക്രിയാസ് മാർ പീലക്സിനോസ് തിരുമേനി പരിശുദ്ധ ദൈവമാതാവിന്റെ
ജന്മപെരുന്നാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പിൽ ഉദാനുഷ്ഠാനങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ മക്കളെ, നോമ്പിന്റെ 4 ദിവസം നാം പിന്നിടുകയാണ്. 5ാമത്തെ ദിവസത്തിലേക്ക് സന്ധ്യാപ്രാർത്ഥനയോടെ നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഈ സായാഹ്ന വേളയിൽ ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിന്റെ വചനം നമ്മോട് പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അഭിഷിക്തൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ പരിശുദ്ധ ദൈവാലയത്തില് എല്ലാ മാസവും തൂത്തുട്ടി മാർ ഗ്രിഗോറിയൻ സെന്ററിന്റെ ആഭിമുഖ്യത്തില് സായാഹ്ന ധ്യാനങ്ങൾ നടത്തി വരുന്നു. കഴിഞ്ഞ 4 വർഷമായി മുടക്കം കൂടാതെ ഈ ധ്യാന ശുശ്രൂഷ ഈ ദൈവാലയത്തിൽ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ 8 നോമ്പ് കാലയളവിൽ 2 ദിവസം തൂത്തുട്ടി മാർ ഗ്രിഗോറിയൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സായാഹ്ന ധ്യാനം നടത്തുന്നത്. അതിന് പ്രകാരം ഇന്നും നാളെയും ഈ പരിശുദ്ധ ദൈവാലയത്തിന് വൈകുന്നേരം 6:30 മണി മുതലുള്ള സമയത്ത് ധ്യാന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിന്റെ ആദ്യ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. തൂത്തുട്ടി മാർ ഗ്രിഗോറിയൻ സെന്ററിന്റെ എല്ലാവിധമായ ചുമതലകളും വഹിക്കുന്ന അഭിനന്ദനായ സക്രിയാസ് മാർ പീലക്സിനോസ് തിരുമേനി ഏറെ തിരക്കുകളുണ്ട്. യൂറോപ്പില് ഇംഗ്ലണ്ട് UK-യുടെ മെത്രാപ്പൊലീത്തയാണ്. മലങ്കരയില് ഇടുക്കി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയാണ്. ഈ വിധത്തിലുള്ളതായ ശുശ്രൂഷകളൊക്കെ നിവർത്തിക്കുന്നതിനിടയ്ക്ക് അതിലെല്ലാം ഉപരിയായി ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകളെക്കാൾ ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ധ്യാന ശുശ്രൂഷയിലൂടെ അനേക ആത്മാക്കളെ ദൈവത്തിന് നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അനുഭവവേദ്യമായ സംഗതിയാണ്. ഈ അവസരത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കാലാകാലങ്ങളിൽ തന്റെ സഭയില് ആവശ്യമായവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരായ തമ്പുരാൻ നമുക്കായി ഉയർത്തെഴുന്നേൽപ്പിച്ച ഈ പിതാവിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ഈ ജനത്തിന് ആവശ്യമായ സ്വർഗീയ ഭോജനം വിളമ്പിക്കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമായി നിന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വളരെ വിനയപൂർവം ബലഹീനായ ഞാൻ അഭിനന്ദ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് ക്ഷണിക്കുന്നു. തൃപ്പാദങ്ങളിൽ തൃക്കരങ്ങളിൽ മുത്തിക്കൊണ്ട് അഭിനന്ദ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നാം ഓരോരുത്തരും 8 നോയമ്പിൻ്റെ ദിവസങ്ങൾ ആചരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ അഥവാ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പല ദൈവമക്കളും രാവിലെ തന്നെ ദേവാലയത്തിൽ വന്ന് രാത്രിയിൽ മാത്രം തിരിച്ചു പോകുന്നവരുണ്ട്. 24 മണിക്കൂറും ഈ ദേവാലയത്തിൽ താമസിച്ച് ധ്യാനം കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നവർ. എല്ലാവരുടെയും പ്രതീക്ഷ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥന വഴി തുറക്കപ്പെടുന്ന സ്വർഗത്തിൽ നിന്ന് ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും നമ്മിലേക്ക് ചൊരിയപ്പെടണമെന്നുള്ളതാണ്. രോഗസൗഖ്യത്തിനായും പൈശാചിക ബന്ധനങ്ങളുടെ മോചനത്തിനായും കുടുംബ ജീവിതത്തിലെ സമാധാനത്തിനായും വിവാഹ തടസ്സം നീങ്ങുവാനും അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളുമായി അമ്മയുടെ മുമ്പിൽ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ അമ്മയുടെ ഈ ജനനദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് അമ്മയ്ക്ക് കൊടുക്കുക? മാതാപിതാക്കന്മാർക്ക് അവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മക്കൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കാറ്.
ഭാര്യയുടെ ജന്മദിനത്തിൽ ഭർത്താവ് നൽകുന്ന സമ്മാനം അവൾക്ക് വിലപ്പെട്ടതാണ്. മക്കളുടെ ജന്മദിനത്തിൽ മാതാപിതാക്കന്മാര് നൽകുന്ന സമ്മാനവും വിലപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം വചനത്തിൽ ഇതാ നിന്റെ അമ്മ എന്ന് യേശു പറഞ്ഞ് നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മ. ആ അമ്മയെ സ്വന്തം അമ്മയായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവരാണ് മണർകാടിന്റെ മുറ്റത്ത് 8 നോയമ്പ് ദിവസം തടിച്ചുകൂടുന്നത്. നമ്മൾ എന്താണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക? ജോൺ പോൾ മാർപ്പാപ്പ ലോകമറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഒരു വ്യക്തിയായിരുന്നു. കത്തോലിക്ക സഭയുടെ നേതാവെന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ സാരഥ്യം വഹിക്കുക എന്നതിനപ്പുറത്ത് ലോകമറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തിന് വെടിയേറ്റ് വീണ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ആ സംഭവം എടുത്ത ഫോട്ടോയിൽ അമ്മ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം പതിയാനിടയായി. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം ആ വെടിയുണ്ട എടുത്ത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ വെച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു: പരിശുദ്ധ അമ്മേ, ഞാൻ നിന്റേതാണ്. പരിശുദ്ധ അമ്മേ, ഞാൻ നിന്റേതാണ്. പരിശുദ്ധ മറിയമേ, ഞാൻ നിന്റേതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഒരു മകനായി, ഒരു മകളായി സമർപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ദൈവവിളിയാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആരെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഒരു മകനെ പോലെ മകളെ പോലെ വളർന്നിട്ടുണ്ടോ അവരൊക്കെ ഭൂമിയിൽ വലിയവരായി തീർന്നിട്ടുണ്ട്. നമ്മുടെ വ്യക്തിഗത ജീവിതം പരിശോധിച്ചാൽ നമ്മളൊക്കെ വലിയവരാകുന്നതിന്റെ പിന്നിൽ നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഒന്നുമല്ല, മറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴോ എവിടെയൊക്കെയോ വെച്ച് കൊടുക്കപ്പെട്ടതുകൊണ്ട് അമ്മ ഒരു കുഞ്ഞിനെ പോലെ നമ്മെ കരം പിടിച്ച് വളർത്തിയതുകൊണ്ടാണ് നാം ഒക്കെ ഇന്നായിരിക്കുന്ന അവസ്ഥയിലായി തീർന്നിരിക്കുന്നത്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു ദേവാലയമായിരുന്നു ഈ ദേവാലയം ലോകമറിയുന്ന ഒരിടമായി തീർന്നതിന്റെ പിന്നിൽ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതിന്റെ കഥയുണ്ട്. ഈ ദേവാലയത്തിൽ അംഗങ്ങളായിരിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയതിന്റെ പിന്നിലും സമ്പന്നരായതിന്റെയും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതിന്റെയും പിന്നിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടതിന്റെ കഥയുണ്ട്. കഴിഞ്ഞ വർഷം സായാഹ്ന ധ്യാനം നടത്തുമ്പോൾ വിദേശ രാജ്യങ്ങളിലിരുന്ന് കണ്ട പലരും പിന്നീട് UK-യിലൊക്കെ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഈ പന്തലൊക്കെ കണ്ട് ധ്യാനം കൂടിയപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ വീടിന്റെ മുറിയിലിരുന്ന് കണ്ണുനീരോടെ ഈ ധ്യാനം കൂടിയപ്പോൾ ഓർത്തു, എന്തുമാത്രം പരിശുദ്ധ അമ്മ ഞങ്ങളെയൊക്കെ വളർത്തി. അതുകൊണ്ട് പ്രിയമുള്ളവര്, നമുക്ക് ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ തന്നെ, നമ്മൾ പകല് മുഴുവൻ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി നമുക്കൊരു കാര്യം പരിശുദ്ധ അമ്മയോട് പറയാം. നാം ഓർക്കണം, പരിശുദ്ധ അമ്മയുടെ അദൃശ്യമായ വ്യക്തമായ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട്. നമ്മളിൽ ഒരാളെ പോലെ ഇതിന്റെ നടുക്ക് എവിടെയോ അമ്മയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അമ്മയോട് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ, ഞാൻ നിന്റേതാണ്. പ്രത്യേകിച്ച് മണർകാട് പള്ളിയിലെ ഈ വർഷത്തെ 8 നോയമ്പ് പെരുന്നാളിനെ ധ്യാനമേറ്റപ്പോൾ മുതൽ എന്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്ന ഒരു വാക്കാണ്, പരിശുദ്ധ കന്യകമറിയാമേ, ഞാൻ
നിന്റേതാണ്. അതുകൊണ്ട് തന്നെ ഈ 8 നോയമ്പിന് നമ്മൾ ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു കൊച്ചു ഗാനം ഇന്ന് എഴുതിയുണ്ടാക്കിയതാണ്. ആ ഗാനം നമുക്കൊന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാധ്യസ്ഥയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ആരംഭിക്കും. ഈ ഗാനത്തിൻ്റെ ലൈനുകൾ വളരെ ലളിതവും സിമ്പിളായിട്ടുള്ള ലൈനുകളാണ്. നിങ്ങൾ അത് കേട്ട് ഏറ്റുപാടി പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാധ്യസ്ഥത തേടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. ഞാൻ നിന്റേതല്ലേ ഓർക്കണേ എന്നെ കാക്കണേ. ഞാൻ നിന്നെ ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളിൽ ദിവ്യകാരുണ്യം ഏകണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളിൽ ദിവ്യകാരുണ്യം ഏകണേ. മേരി മാതാവേ ഞാൻ നിന്റേതല്ലേ ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളിൽ ദിവ്യകാരുണ്യം ഏകണേ. മേരി മാതാവേ ഞാൻ നിന്റേതല്ലേ ഓർക്കണേ എന്നെ കാക്കണേ. ഒരിക്കൽ കൂടെ എല്ലാം ചേർന്ന് മേരി ഓർക്കണേ എന്നെ കാക്കണേ. മാധ്യസ്ഥം തേടി അണയും ഞങ്ങളിൽ ദിവ്യകാരുണ്യം
തിരുമുൽക്കാഴ്ചയായി നൽകണേ. ഞാൻ നിന്നെ ഓർക്കണേ, കാക്കണേ. ആദിസ്തം തേടി അണയും ദിവ്യകാരുണ്യം നീകളേ. സൗരഭ്യം വീശി സ്നേഹത്തൈലം പകർന്നോളേ. പരിശുദ്ധാത്മാവിൻ ചൈതന്യം വീശി കൈകൂപ്പുന്നോരെ കാക്കണേ. മേരി മാതാവേ, എല്ലാവരും ചേർന്ന് പാടാം. കരങ്ങൾ യാചനാരോഗ്യം പിടിച്ച് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഓ പരിശുദ്ധ അമ്മേ, ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന മുഴുവൻ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും ഞങ്ങളുടെ ബന്ധനങ്ങളും എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുത്രന്റെ മുമ്പിൽ ഞങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവര്, ഭാരപ്പെടുന്നവര്, പ്രയാസപ്പെടുന്നവര് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സാന്നിധ്യം ഒഴുകി വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു കിടക്കുന്ന കഠിന പാപങ്ങൾ, ഞങ്ങളിലെ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, അഹങ്കാരം, സ്വാർത്ഥത, ഞങ്ങളിലെ അശുദ്ധി, മ്ലേച്ഛത എല്ലാം വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ ഉറവയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങളെ ആ ജീവന്റെ ഉറവയിൽ കുളിപ്പിച്ച് നന്മയുള്ളവരാക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ മരണമടഞ്ഞ ഞങ്ങളുടെ ആത്മാക്കൾക്ക് അമ്മയുടെ മധ്യസ്ഥതയാൽ പാപവിമോചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിന് ചുറ്റുപാട് നിൽക്കുന്ന ഓരോ മക്കളും പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് ദൈവകൃപ കടന്നു വരുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയുടേതാണ്. ഈ ദേവാലയം അമ്മയുടേതാണ്. ഞങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അമ്മയുടെ സ്വന്തമാണ്. ഓരോ പുരോഹിതന്മാരും ഓരോ പ്രധാനാചാര്യന്മാരും അമ്മയുടെ സ്വന്തമാണ്. സഹിവാൻ മാളുകയും അപ്പോസ്തലന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മേ, ഈ സമൂഹത്തിലേക്ക് വന്ന് ഈ സമൂഹത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണമേ. സഹിവാൻ മാളുകയും ലഭിച്ച അതേ ദൈവാനുഭവം ഓരോ മക്കളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ 8 നോയമ്പിന്റെ ദിവസങ്ങൾ ദൈവകൃപയുടെ വലിയ കുത്തൊഴുക്കിന്റെ ദിവസങ്ങളാണ്. എത്രയോ രോഗികളാണ്
സൗഖ്യം പ്രാപിച്ച് കടന്നുപോകും. രാവിലെ മുതൽ സായാഹ്നം വരെയുള്ള സമയങ്ങൾ പരിശുദ്ധ അമ്മയുടെ ദിവ്യമാധ്യസ്ഥയിലുള്ള പ്രാർത്ഥനകളും തിരുവചന ശുശ്രൂഷകളും വഴി ഈ അങ്കണം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അങ്കണത്തെ കടന്നു വരുന്ന ഓരോ വ്യക്തികളും അവരുടെ ഹൃദയം കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസം. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകം കൊണ്ട് അവന് നഷ്ടമായ പലതുമാണ്. ഒന്നവന് നഷ്ടപ്പെട്ടത് വേദപുസ്തകം പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന്റെ വിലാപമാണ് കിഴക്കോട്ട് തിരിഞ്ഞുള്ള അവന്റെ പ്രാർത്ഥന. പറുദീസായിലേക്ക് തിരികെ കയറാൻ വേണ്ടിയുള്ള അവന്റെ പ്രാർത്ഥന. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ആന്തരിക നിലവിളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം അഥവാ പറുദീസ അനുഭവം തിരികെ കിട്ടണമെന്നുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് അവന്റെ ജീവിതത്തിൽ പറുദീസ. ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ള നഷ്ടങ്ങളുടെ കണക്ക് ഒത്തിരിയുണ്ട്. ജപ്തി വന്നു, സ്ഥലം നഷ്ടപ്പെട്ടു പോയി. ഈ 8 നോയമ്പ് കഴിയുമ്പോൾ മാതാവ് ചിലപ്പോൾ തിരിച്ച് ആധാരം തരും. അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മാല, വള ഇതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി നോമ്പെടുക്കുന്നവരുണ്ട്. അങ്ങനെ പലതിനും വേണ്ടി നോമ്പെടുക്കുന്ന പലരുമുണ്ട്. എന്നാൽ അവനെ യഥാർത്ഥമായി നഷ്ടപ്പെട്ടതിനെ അവൻ തേടുന്നുണ്ടോ എന്ന്, അഥവാ നഷ്ടപ്പെട്ടു എന്ന് അവൻ തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയമാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ മണർകാട് പള്ളിയുടെ അങ്കണത്തിൽ അനേകം ആളുകൾ വരാറുണ്ട്. അപ്പോൾ ചേട്ടത്തി ഇതിലിങ്ങനെ കടന്നു വരിക, നടന്ന് 8 നോയമ്പ് കൂടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് അമ്മച്ചി ലൈറ്റ് കണ്ടത്. അപ്പോൾ അമ്മച്ചി ലൈറ്റൊക്കെ നോക്കി വളരെ സന്തോഷം, ഈ വർഷത്തെ ലൈറ്റ് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അകത്തോട്ട് കയറി. അപ്പോഴാണ് കുരിശിൻ്റെ അവിടെ അനേകം പേര് പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ സന്തോഷത്തോടെ കുരിശിൻ്റെ അവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു മുത്തുക്കുട എടുത്ത് ഇതിനെ ചുറ്റുമൊക്കെ നടന്നു. ഇതിനിടയിൽ എപ്പോഴോ CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് അമ്മച്ചിയുടെ മാല ആരാണ്ട് പൊട്ടിച്ചുള്ളൂ. സത്യത്തിൽ ആ വിവരം അമ്മച്ചി അറിഞ്ഞേയില്ല. അതീവ സന്തോഷത്തോടെ വൈകുന്നേരത്തെ കഞ്ഞിയും അമ്മച്ചി കുടിച്ചു. അപ്പോഴാണ് ഇവിടെ സായാഹ്ന ധ്യാനം നടക്കുന്നതാണ്. അമ്മച്ചി അതിനേക്കാൾ സന്തോഷത്തോടെയാണ് സായാഹ്ന ധ്യാനത്തിൽ പങ്കെടുത്തത്. എന്തായാലും ഒരു ധ്യാനം കൂടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു അവസരം കിട്ടിയല്ലോ. അങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കഞ്ഞിയുണ്ട്. അതീവ സന്തോഷത്തോടെ കഞ്ഞിയും കുടിച്ച് ഇതാ പോകാനൊരുങ്ങിയപ്പോഴാണ് ഇതാ ഒരു കാറും കിട്ടി. അയലോക്കത്തൊരാള് കാറെ കൊണ്ട് പറഞ്ഞു, അമ്മ എന്തായാലും എല്ലാം ക്രമീകരിച്ച് അങ്ങനെ കാറ് വീടിന്റെ വാതിക്കൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ ശ്വാസം മുട്ടി നെഞ്ചത്തോട് കൈവച്ചപ്പോഴാണ് മാല കാണുന്നില്ല. അമ്മച്ചി നെഞ്ചത്ത് 4 അടി അടിച്ചിട്ട് പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മ ഇത് പൊട്ടിച്ചോണ്ട് പോകരായിരുന്നു. പ്രിയമുള്ളവരെ, അമ്മച്ചിക്ക് ദുഃഖം വന്നത് എപ്പോഴാണെന്നറിയോ? മാല പോയിട്ട് മണിക്കൂറുകളായി. അതിവിടെ കൈമാറി ആലപ്പുഴ വഴി അങ്ങ് പോയി. അമ്മച്ചി വിവരം അറിഞ്ഞില്ല. അറിഞ്ഞതെപ്പോഴാണ്? പ്രിയമുള്ളവരെ, അറിഞ്ഞത് ഇതാ വീട്ടിൽ ചെന്നപ്പോൾ തപ്പി നോക്കിയപ്പോൾ മാല കാണാത്തപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എത്രയോ നാള് മുമ്പേ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട പലതിനെ കുറിച്ചും നമ്മളിൽ പലരും അറിയുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാധനമാണ് ദൈവ സാന്നിധ്യം, ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഒരനുഭവമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദൈവാനുഭവം അഥവാ ദൈവ സാന്നിധ്യാനുഭവം. എന്താണ് ദൈവാനുഭവം? ദൈവം ഒരനുഭവമായി തോന്നുക അഥവാ ദൈവിക കാര്യങ്ങളെല്ലാം അനുഭവങ്ങളായി അനുഭവപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദൈവാനുഭവം. അപ്പൊ ഒരു വ്യക്തി ദൈവാനുഭവമുള്ള വ്യക്തിയാണെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ചെന്ന് നിൽക്കുമ്പോൾ യേശു ബലിപീഠത്തിൽ ഇറങ്ങി വരുന്നത് ഒരു അനുഭവമായി ആ വ്യക്തിക്ക് മാറും.
അതുകൊണ്ട് അവൻ നേരത്തെ തന്നെ പള്ളിയിൽ പോകും. എത്ര കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് പോകാതെ അവിടെ ഇരിക്കും. ദൈവാനുഭവമുള്ളവരുടെ പ്രത്യേകത. അതുപോലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര കേട്ടാലും തന്റെ ദൈവത്തെക്കുറിച്ചല്ലേ കേൾക്കുന്നത്. ആര് പ്രസംഗിക്കുന്നു, എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് പറയുന്നത് എന്റെ ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കണമെന്ന സന്തോഷം. അങ്ങനെ ഇതാ ദൈവം അനുഭവമായ വ്യക്തിക്ക് ദൈവവചനം കേൾക്കാനുള്ള സന്തോഷം. അപ്പോഴാണ് ആ വ്യക്തി ദൈവവചനം എടുത്ത് വായിച്ചു നോക്കുന്നത്. അവിടെ അനേകം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. ഇതാ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്റെ ദൈവം പറഞ്ഞതല്ലേ, അതുകൊണ്ട് ചെയ്യാനൊരു സന്തോഷം. ഇതാ തന്റെ പോക്കറ്റിൽ ഇതാ 5 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. ഇതാ അതിന്റെ ഒരു 10% ഒരു പാവപ്പെട്ടവനെടുത്ത് കൊടുക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം. തമ്പുരാൻ പറഞ്ഞിട്ടല്ലേ. ഇതിനെ പറയുന്ന പേരാണ് ദൈവാനുഭവം. ദൈവം പറഞ്ഞ വാക്കുകളും ദൈവം പറയുന്ന പ്രവൃത്തികളും ഇതാ ജീവിതത്തിൽ പാലിക്കുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അതൊരു സന്തോഷത്തിന്റെ അനുഭവമായി മാറുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദൈവാനുഭവം. എന്നാൽ ഇന്ന് പല ആളുകൾക്കും ഇതാ തിരുവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതാ ഉറക്കം വരും. ഞാനിങ്ങനെ ഒരു അമ്മച്ചിയോട് ഈ അടുത്ത കാലത്ത് ചോദിച്ചു. എന്നാലും എന്റെ ധ്യാനം എവിടെ നടന്നാലും അമ്മച്ചിയെ ഏറ്റവും ഫ്രണ്ട് കാണാറുണ്ട്. അന്നേരം പറഞ്ഞു, രാത്രി കിടന്നാൽ ഒട്ടും ഉറക്കമില്ല. തിരുമേനിയുടെ ധ്യാനം കൂടുമ്പോൾ അത് നന്നായി കിട്ടാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ധ്യാനത്തിന് വരുന്ന എത്രയോ പേരെ കാണാൻ സാധിക്കും. ഞായറാഴ്ചകളിലൊക്കെ തൂത്തൂട്ടി ചാപ്പൽ ഭയങ്കര തിരക്കാണ്. ഞാൻ കസേര മേടിച്ച് മടുത്തു. ഉള്ള കസേരയെല്ലാം തീർന്നു. അതിലൊക്കത്തുള്ള ആളുകളുടെ കസേരയും കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞു. ആളുകളുടെ എണ്ണം കൂടുന്നു. അപ്പോഴും ഞാൻ പലരോടും ചോദിച്ചു. ഇതാ പലരുടെയും മുഖത്ത് നോക്കിയപ്പോൾ കാണുന്ന അവസ്ഥ 2 മണി മുതൽ 4:30 വരെ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവര്, പലർക്കും ദൈവാനുഭവം ഇല്ല, മറിച്ച് ദൈവ സാന്നിധ്യം പലർക്കും അരോചകങ്ങളായി അനുഭവപ്പെടുന്ന അവസ്ഥ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇതാ ദൈവ സാന്നിധ്യം അനുഭവപ്പെടാത്ത അവസ്ഥ. ഇതെല്ലാം പല വ്യക്തികളുടെയും ജീവിതത്തിലുള്ളത്. എന്താണ്? ദൈവ സാന്നിധ്യ അനുഭവം നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ മനുഷ്യകുലത്തിന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് നഷ്ടപ്പെട്ട അടുത്ത കാര്യമാണ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അതിനാദ്യം ഒലിഞ്ഞത് ഏതാണ്? കുടുംബജീവിത ബന്ധങ്ങളാണ് ആദ്യം തകർന്നത്. കുടുംബജീവിത ബന്ധങ്ങളിൽ ആദാമിനും ഹവ്വായിക്കും ഒട്ടും ഊഷ്മളത തോന്നുന്നില്ല. ഇത് ഞാൻ എന്റെ നിലയിൽ കെട്ടിവെച്ചത് എന്തിനാണെന്ന ചിന്തയായി ഹവ്വായിക്ക്. ഇതാ ആദാമിന്റെ ചിന്ത എന്തായി? എന്നാലും ഈ പെണ്ണും പിള്ളെ എന്റെ കൂടെ വന്നേ പിന്നെയാണ് എന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നത്. ബന്ധങ്ങളുടെ മേഖലയിലെ അഥവാ അല്ലെങ്കിൽ ഒരു സഹജീവിയുടെ സാന്നിധ്യം അരോചകമായി ഒരു വ്യക്തിയുടെ മനസ്സിന് അനുഭവപ്പെടുക രണ്ടാമതുണ്ടായ കാര്യമാണ് നഷ്ടം. പ്രിയമുള്ളവരെ, മൂന്നാമത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടായ നഷ്ടം അവന് ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ നിത്യജീവൻ ഇല്ലാതായി. സ്വർഗത്തിന്റെ വാതിൽ അവന് പ്രവേശിക്കാൻ പറ്റാത്ത വിധം അടഞ്ഞു കിടന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നൽ. പക്ഷേ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ശൂന്യതയും ഭാരവും മാത്രം. ഇന്ന് മനുഷ്യന്റെയൊക്കെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത. മക്കളുണ്ടോ? ഉണ്ട്. പണമുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. സൗന്ദര്യമുണ്ടോ? കുറെയൊക്കെ ഉണ്ട്. ബാക്കി മേക്കപ്പിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വസ്ത്രമുണ്ടോ? ഇതാ 2 വീട് നിറയ്ക്കാനുള്ള വസ്ത്രം. വാഹനമുണ്ടോ? പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെ നിറഞ്ഞെല്ലാം ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, പലരുടെയും നെഞ്ചിൽ ഒരു ശൂന്യത മാത്രം. നമ്മള് പെസഹായിക്ക് ഇതാ പെസഹായുടെ ഒരു ചിത്രം നമ്മൾ കാണാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ മാറിലേക്ക് യോഹന്നാൻ ചാരിക്കടക്കുന്ന ചിത്രം. ലാസ്റ്റ് സപ്പർ നമ്മൾ വീടിന്റെ വാതിക്കലും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിന്റെ വാതിക്കലുമൊക്കെ ഈ ചിത്രം വെക്കാറുണ്ട്. നിങ്ങൾ ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ബൈബിളിൽ വായിച്ചിട്ടുണ്ടാകാം. യോഹന്നാൻ ഇതാ യേശുവിന്റെ മാറിലേക്ക് ചാരി. അതുകൊണ്ടാണ് യോഹന്നാൻ ഒരിക്കലും യേശുവിനെ വിട്ടുപോകാൻ തോന്നാൻ. പെസഹായിക്കൊക്കെ അപ്പം മുറിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ഇത് അടുത്ത വ്യക്തിക്ക് സ്നേഹം പകർന്നിട്ടാണ് പാത്രം കൊടുക്കുന്നത്. അപ്പൊ ഒന്നാമതിരിക്കുന്ന ആള് ചെയ്യുന്ന കാര്യം, ഈ പാത്രം ഇതാ
എടുത്ത് അപ്പം ഭക്ഷിക്കുമ്പോൾ അടുത്തവന്റെ നെഞ്ചിൽ അവൻ തലചായ്ക്കും. ആ സ്നേഹം അവന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഈ അപ്പം അവന് വേണ്ടി കൊടുക്കും. അങ്ങനെ അയാളത് ഭക്ഷിച്ചു കഴിയുമ്പോൾ അടുത്ത ആളുടെ കൊടുക്കും. അയാള് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒന്ന് തലചായിച്ചിട്ട് ഒന്ന് സ്നേഹിച്ച് ഒന്ന് ചുംബിച്ചിട്ടാണ് അടുത്ത ആൾക്ക് അപ്പം കൊടുക്കും. അങ്ങനെ അപ്പം കൊടുക്കുന്ന കൂട്ടത്തിൽ യഹൂദന്മാര് അങ്ങനെ അടുത്തയാളെ സ്നേഹത്തോടെ അവന്റെ നെഞ്ചിലൊന്ന് ചെവി ചായ്ക്കാറുണ്ട്. അങ്ങനെ യോഹന്നാൻ തലചായിച്ചത് യേശുവിന്റെ നെഞ്ചിലാണ്. ആ നെഞ്ചിൽ തലചായിച്ചപ്പോൾ അവന് ഒരു സ്നേഹത്തിന്റെ ഊഷ്മളത തിരിച്ചറിയാം. ആ നെഞ്ചിടിപ്പ് അവന് മനസ്സിലായി, സ്നേഹത്തിന്റെ നെഞ്ചിടിപ്പാണ് അത് തിരിച്ചറിഞ്ഞ് യോഹന്നാൻ പിന്നീട് ഒരിക്കലും യേശുവിനെ വിട്ടുപിരിഞ്ഞില്ല. കാൽവറിയോളം ക്രൂശിന്റെ ചുവട്ടിൽ അവനുണ്ടായി. പ്രിയമുള്ളവരെ, യേശുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച അമ്മയുടെ നെഞ്ചിടിപ്പറിഞ്ഞ ക്രിസ്തു ഒരിക്കലും അവളെ പുറന്തള്ളിയില്ല. കാൽവറിയോളം, കാൽവറി മാത്രമല്ല, അവൻ സ്വർഗത്തിലെത്തുവോളം അവളെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തലചായിച്ചത് ആരുടെ നെഞ്ചിലാണെന്നറിയോ? യൂദാസിന്റെ നെഞ്ചിൽ. ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അവൻ യൂദാസിന്റെ നെഞ്ചിലായിരുന്നു തലചായിച്ചത്. ആ നെഞ്ചിലേക്ക് തലചായിച്ചപ്പോൾ അതിനകത്തെ ശൂന്യത അവന് മനസ്സിലായി. ഒന്നുമില്ല, എല്ലാം അവനുണ്ട്. കണക്ക് നന്നായിട്ടറിയാം, പൈസ കൈകാര്യം ചെയ്യാൻ അറിയാം, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ പവർ നല്ലതായിട്ടുണ്ട്. യൂദാസ് മിടുക്കനാണ്, പാത്രത്തിനകത്ത് എടുത്തിരുന്നു, ഭണ്ഡാരത്തിനകത്ത് കൈയിടുന്നു, എല്ലാം അവൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അകത്ത് ഒരു ശൂന്യത മാത്രം. ആ ശൂന്യത അവനെ കൊണ്ട് എത്തിച്ചത് എവിടെയാണെന്ന് ഓർക്കണം. ഇതാ ക്രിസ്തു ഉണ്ടായിട്ടും ദൈവ സാന്നിധ്യം അവനുണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റാതെ ക്രിസ്തു സാന്നിധ്യമുള്ള സ്ഥലത്ത് സ്വന്തം ജീവനെ നശിപ്പിക്കേണ്ട ഗതികേട് അവനുണ്ടായി. പ്രിയമുള്ളവരെ ഓർക്കുക, ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ പലർക്കും ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ തന്നെ എല്ലാം നഷ്ടപ്പെടുത്തി സ്വന്തം ജീവനെ നശിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം ഈ നെഞ്ചിൽ ഇതാ ദൈവ സാന്നിധ്യം ഇല്ലാതെ ഒരു ശൂന്യത കിടക്കുന്നതുകൊണ്ടാണ്. അമ്മയുടെ ഏറ്റവും വലിയ നൊമ്പരവും ഇത് തന്നെയായിരുന്നു. സെഹിയോൻ മാളികയിൽ പ്രിയമുള്ളവരെ അപ്പോസ്തലന്മാരെ കൂട്ടിയിരുത്തിയപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണെന്നറിയോ? ഈ നെഞ്ചുകളിലൊക്കെ ശൂന്യത മാത്രം. ക്രിസ്തുവിനോടുള്ള സ്നേഹം കത്തി നിൽക്കാത്തതിന്റെ ആ വേദനയായിരുന്നു അമ്മയുടെ നെഞ്ചിൽ ഏറ്റവും വലിയ വേദന. കാരണം ക്രിസ്തു ഒരു ബലിയായി രക്തം വാർന്നൊലിച്ച് മരിക്കുമ്പോൾ സ്വന്തം ജീവനെ രക്ഷിക്കാൻ തിരിഞ്ഞോടുന്ന, ജീവൻ കൊടുക്കാൻ കഴിവുള്ളവന്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞോടുന്ന അപ്പോസ്തലന്മാരായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ വേദന. ആ വേദനയാണ് അമ്മയെ അപ്പോസ്തലന്മാരെ കൂട്ടിയിരുത്തി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പ്രേരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഏറ്റവും വലിയ വേദന എന്തായിരിക്കണം തിരിച്ചറിയണം. മാല പൊട്ടിപ്പോയതല്ല, ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നതല്ല വേദന. ഈ മണർകാട് പള്ളിയുടെ അങ്കണത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ വേദന ലോകത്തിൽ ഇതാ ദൈവസ്നേഹം കിട്ടാതെ ശൂന്യമായി തീർന്ന മനസ്സുകളെ കുറിച്ചുള്ള വേദനയായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ലബനോനിൽ പോയി. പരിശുദ്ധ പാത്രികീസ് ബാബായുടെ അരമനയിൽ ചെന്നപ്പോൾ ഇതാ ഇറാഖിലെ തിരുമേനി അവിടെ വന്നിട്ടുണ്ടായി. അതുപോലെ ഇറാഖിൽ നിന്ന് വന്ന കുറെ ചെറുപ്പക്കാരെയും പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ആ ചെറുപ്പക്കാര് എന്നോട് ഒരു കഥ വിവരിച്ചു. പ്രിയമുള്ളവര്, ഇറാഖില് നമ്മുടെ സുറിയാനി സഭയിലെ ഒരു പുരോഹിതനെ ഭീകരപ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ ശേഷം അവർ ഈ ആളുകളെ, പള്ളിക്കാരെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വൈദികൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് പണം നൽകിയാൽ തിരികെ വിടാമെന്ന് ആദ്യം ആവശ്യം. അതിനുശേഷം പ്രിയമുള്ളവര്, അവർ പണമൊന്നും അവരുടെ കയ്യിൽ ഇല്ല, എല്ലാം പ്രതിസന്ധിയിലായിപ്പോയി. അപ്പോൾ അമ്മായിക്ക് അച്ഛന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ട് അച്ഛന്റെ ഭാര്യയോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളോട് പറയാ, യേശു ക്രിസ്തുവിനെ തള്ളിക്കള, യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് നീയും നിന്റെ ഭർത്താവും യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ജീവനെ തിരികെ നൽകാം എന്ന് പറഞ്ഞ് ഇതാ ആ അച്ഛന്റെ സ്വരം ഫോണിലൂടെ കേൾപ്പിച്ചു. പ്രിയമുള്ളവരെ, ആ ഭാര്യ പറഞ്ഞ വാക്ക് നെഞ്ചിടിപ്പോടെയാണ് ഞാൻ കേട്ടത്. എന്താണ് ഭാര്യ പറഞ്ഞെന്നറിയോ? ഇതാ യേശു ക്രിസ്തു വിശ്വാസം ത്യജിച്ച ഒരു ഭർത്താവിനെ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാ ജീവൻ വെടിഞ്ഞ
വിശ്വാസിയായ ഒരു ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടത്. വിശ്വാസം ജനിച്ച ഒരു ഭർത്താവിനെ തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ജീവൻ വിശ്വാസത്തിന് വേണ്ടി വെടിഞ്ഞ ഒരു ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടത്. പറഞ്ഞു തീർന്നില്ല. ഫോണിലൂടെ ഒരു വലിയ നിലവിളി കേട്ടു. അച്ഛന്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. അതിനുശേഷം പ്രിയമുള്ളവരെ, പള്ളിക്കാർ ചെന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോകും. നമ്മൾ 4 ദിവസം നോക്കി യേശു ക്രിസ്തു, ഞാൻ ഓർത്തു സുറിയാനി സഭയില് യേശുവിന്റെ തുടിപ്പുകൾ നിലനിൽക്കുന്ന, നെഞ്ചിൽ യേശുവിന്റെ തുടിപ്പുള്ള സ്ത്രീകൾ. ഓർക്കണം, ഈ നെഞ്ചിലെ തുടിപ്പ് സുറിയാനി സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുടിപ്പ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള തുടിപ്പ്, ഈ ദൈവിക തുടിപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവര് ശൂന്യമായ മനസ്സുകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ നമ്മളെ കൊണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതാ ലോകത്തിൽ ദൈവ സ്നേഹം കിട്ടാതെ ശൂന്യമായ മനസ്സുകൾക്ക് വേണ്ടി നിലവിളിക്കാൻ വേണ്ടി, ശൂന്യമായ മനസ്സുകൾക്ക് വേണ്ടി നിലവിളിക്കാൻ. 10 വർഷം മക്കളില്ലാതെ വിഷമിച്ച ഒരു കുടുംബത്തെ എനിക്ക് പരിചയമാണ്. 10 വർഷം അവർ മക്കളില്ലാതെ 10 വർഷം മക്കളില്ലാതിരുന്ന കാലത്തെല്ലാം മണർകാട് പള്ളിയുടെ മുറ്റത്ത് അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മണർകാട് പള്ളി മാത്രമല്ല, കേരളത്തിൽ എവിടെയെല്ലാം പള്ളിയുണ്ടോ അവിടെ എല്ലാം പോകാറുണ്ട്. ഏതൊക്കെ പള്ളിയിൽ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ പള്ളിയിലും ഒരു പോയിട്ടുണ്ട്. കേരളത്തിന് വെളിയിലും അവരെ പള്ളിയിൽ പോയിട്ടുണ്ട്. അവർക്കൊരാഗ്രഹം, ഒരു കുഞ്ഞ്. എന്റെ ഇടയ്ക്കിലും പലപ്പോഴും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതാ ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരെയൊക്കെ കണ്ണു നിറയും, ഒരു കൊച്ചിന് വേണ്ടി. ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ കർത്താവേ, നിന്റെ കയ്യിൽ എന്തുമാത്രം പിള്ളേരുണ്ട്, ഒരെണ്ണത്തിനെ കൊടുത്തുകൂടെ? 10 വർഷമൊക്കെ ആയിട്ട് ഇവർ ഈ പള്ളി മുഴുവൻ കയറി ഇറങ്ങിയിട്ട് എന്തുമാത്രം പിള്ളേർ നിന്റെ കയ്യിലുണ്ട്, ഒരു ജീവൻ അവളുടെ ഉദരത്തിലേക്ക് ഇട്ടുകൊടുത്തുകൂടെ? ഞാനും പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ദൈവത്തോട് പരിഭവം പറയാറുണ്ട്. എന്നാലും ഇതൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ കഠിനഹൃദയനാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ മാതാവിനോട് ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി പോലെയാ തോന്നുന്നത്. ഇതിനൊന്നും പരിഭവമില്ലാതെ, നമ്മൾ പറയുന്നതിനൊന്നും പരിഭവമില്ലാതെ അമ്മയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു ചിരി പോലെ, യേശുവിന്റെ മുഖത്തോട്ട് നോക്കുമ്പോഴും ഒന്നും മറുപടി പറയാറില്ല. പ്രിയമുള്ളവരെ, 10 വർഷം പിന്നിട്ടു. ദൈവം അവർക്കെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തു. കുറെ നാളുകൾക്ക് ശേഷം പ്രിയമുള്ളവര് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. അവരുടെ കുടുംബത്തിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കൊടുത്തു. അടുത്ത കാലത്ത് ഒരു കൊച്ചിനെ കൊടുത്തു. അപ്പോ ആ അപ്പനും അമ്മയും പറഞ്ഞു, ഈ കുഞ്ഞിനെ അങ്ങ് കളയടി. അപ്പോ ആ മകള് പറഞ്ഞു, ദൈവം തന്ന കുഞ്ഞിനെ ഞാൻ കളയില്ല. പ്രിയമുള്ളവര്, കളയുക എന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പനും അമ്മയും കൂട്ടുവിട്ടി. ഞാൻ ഓർത്തു, 10 വർഷം ദേവാലയങ്ങളുടെ മുറ്റത്ത് ഒരു ജീവന് വേണ്ടി കരഞ്ഞവർ ഇന്ന് അത് യഥേഷ്ടമായപ്പോൾ ജീവന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ജീവന് വില കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? ദൈവത്തിന് വില കൊടുക്കുന്നില്ല. അപ്പൊ നമ്മളിലിരിക്കുന്ന പലർക്കും സത്യത്തിൽ കണ്ണുനീരെന്നൊക്കെ പറയുന്നത് ഒരു സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ വേദനിക്കുന്നത്. നമുക്കൊക്കെ ദൈവം എല്ലാം വാരിക്കോരി തരും. നമ്മൾ ചോദിക്കുന്നതൊക്കെ വാരിക്കോരി തരുമ്പോൾ നമ്മൾ പറയും, 8 നോയമ്പ് കൂടി കിട്ടി കേട്ടോ, കിട്ടി. പ്രിയമുള്ളവരെ, കിട്ടാൻ വേണ്ടി വരുന്നതിനപ്പുറത്ത് നമ്മുടെയൊക്കെ നെഞ്ചിൽ ഇതാ തമ്പുരാനോടൊരു സ്നേഹം വേണം, തമ്പുരാനോടൊരു സ്നേഹം വേണം. ആ സ്നേഹം പ്രകടമാക്കാൻ ലോകത്തിന് മാതൃകയായി തീർന്ന പെണ്ണാണ് കന്യകമറിയം. അതുകൊണ്ടല്ലേ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ അവൾ സ്വയം സമർപ്പിച്ചു. ഇതാ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയും. ഒരു പർദീസായി മാറി അവൾ. എന്തുകൊണ്ടാ? ഒരു സാധാരണ പെൺകുട്ടിയുടെ, നമ്മൾ ഓർക്കണം, മാതാവ് ദൈവമൊന്നുമല്ല. ഒരു സാധാരണ പെൺകുട്ടി, ലോകത്തിൽ ജനിച്ച യഹൂദ പെൺകുട്ടി. അവളുടെ പേരിന്ന് മധ്യസ്ഥയായി ഉയർത്തുമ്പോൾ പ്രിയമുള്ളവരെ സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നു, ചിന്തിക്കാൻ പറ്റാത്ത ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നു. കാരണം എന്താണെന്നറിയോ? തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ ദാസി, ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിന് മുമ്പിൽ ദൈവ സാന്നിധ്യ കൂടാരങ്ങളായി മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ദൈവം ഈ അങ്കണത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ കടബാധ്യത തീരാൻ വേണ്ടിയല്ല, മക്കളെ തരാൻ വേണ്ടി മാത്രമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവിന്റെ പിന്നിൽ പ്രിയമുള്ളവരെ ഒരു ദൈവ സ്നേഹാനുഭവം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ദൈവ സ്നേഹാനുഭവത്തിന്റെ കുറവ് നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. യേശുവിനെ കണ്ടെത്താൻ,
ഒരു നന്മ ചെയ്യാൻ. ഞാൻ ഓർക്കുകയാണ്, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെണ്ണ് തൂത്തുകുട്ടി ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, എങ്കിലും പരിചയമില്ലാത്തവർക്കൊന്ന് കേൾക്കാൻ വേണ്ടി പറയും. ഒരു പെണ്ണ് തൂത്തുകുട്ടി ചാപ്പൽ ധ്യാനത്തിൽ വന്നു. 8 വർഷമായിട്ട് കുട്ടികളില്ല. 8 വർഷം അവര് ധ്യാനത്തിന് വന്ന് ഒരാഴ്ച ധ്യാനം ഇരിക്കാൻ വന്നു. ധ്യാനത്തിന് വന്ന് കയറി അവിടെ ഇരുന്നു. അന്ന് ധ്യാനം ആരംഭിക്കുന്നതിന് തിങ്കളാഴ്ച ദിവസം രാവിലെ ഞാനന്ന് അച്ഛനാണ്, ഒറ്റയ്ക്കാണ് ഉള്ളത്. ധ്യാനത്തിൽ കൂടെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ ഞാനവിടെ ഓടി നടന്ന് ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടി ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പ്രിയമുള്ളവരെ ഒരു ഹൈന്ദവ സ്ത്രീ അവിടെ വന്നിപ്പോൾ. ഞാന് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, തിങ്കളാഴ്ച ദിവസം ധ്യാനം തുടങ്ങുന്നെന്ന് ആരും കാണാൻ വരാൻ പാടില്ല. കാരണം അവിടെ ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാം. അതുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്നപ്പോൾ ഞാൻ കാര്യമായി ഇവർ ഗവനിച്ചു. കുറെ നേരം കഴിഞ്ഞ് എല്ലാ ജോലികളും തീർത്ത് ഞാൻ മധ്യസ്ഥ പ്രവർത്തനം നടത്താൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി. അവിടെ ദേവാലയത്തിലിരുന്ന് ധ്യാനത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നവർ തോന്നി. ഒരു സ്ത്രീ നിന്റെ വീടിന്റെ വാതിക്ക് വന്ന് നിൽക്കാൻ തുടങ്ങിയ ദിവസം സമയത്രേ, അവരെ ഗവനിക്കാൻ പറ്റാത്ത നീ ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ചാടി ഇറങ്ങി അവിടെ ചെന്ന് ചോദിച്ചു, എന്നാ വന്നത്? അപ്പൊ എന്നെ പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം. അപ്പൊ ഞാൻ പറഞ്ഞു, കല്യാണത്തിനൊന്നും വരാൻ നേരമില്ല. ഒരു ഹൈന്ദവ സ്ത്രീയാണ്, പാവപ്പെട്ട സ്ത്രീയാണ്, അവിടെ അരി മേടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്, അതിനൊന്നും നേരമില്ല, ധ്യാനമാണ്. അന്നേരം പറഞ്ഞു, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരൻ? ഞാൻ അത് നിങ്ങളുടെ പള്ളിയിലുള്ളതാണ്. അപ്പൊ നമ്മുടെ പള്ളിയുടെ ആ സ്ത്രീക്ക് ഒരു 15,000 രൂപ വായ്പ കൊടുക്കാവുന്ന. വെള്ളിയാഴ്ച കല്യാണമാണ്. തിങ്കളാഴ്ച ആയപ്പോ പറഞ്ഞു, അയ്യോ പൈസ ശരിയായിട്ടില്ല, അതുകൊണ്ട് തരാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ട ചെറുക്കം വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോവുക, ഈ പൈസ കിട്ടിയിട്ട് വേണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ, അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അപ്പൊ പറഞ്ഞു, അല്ല, എനിക്ക് ഒരു 15,000 രൂപ വായ്പ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സഹോദരി, 15,000 ഒക്കെ കണ്ടിട്ട് കാലം എത്രയോ കഴിച്ചു. ആകപ്പാടെ അന്ന് ശമ്പളം 5,000 5,000 ഇല്ല, 4,000 3,000 ശമ്പളം. അത് തന്നെ കയ്യിലോട്ട് കിടുമ്പോൾ ഇട്ടോന്നൊരു ഒച്ച കേൾക്കും, തീർന്നു. അപ്പൊ അതുകൊണ്ട് 15,000 ഒന്നും ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകള് ദൈവം അനുഗ്രഹിച്ച് നല്ല കല്യാണമൊക്കെ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. ഉടനെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിക്ക് തൂങ്ങിച്ചാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, തൂങ്ങിച്ചെത്താൻ നിങ്ങളുടെ മകളുടെ കല്യാണം ഇനി ഒരിക്കലും നടക്കുകയില്ല, അതുകൊണ്ട് ചാകാതിരിക്കുന്നതാണ് നിങ്ങളുടെ മകളുടെ ആരോഗ്യത്തിന് നല്ലത്. പ്രിയമുള്ളവര്, ആ സ്ത്രീ പോയപ്പോ ആ സ്ത്രീ പോയി. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞു വിട്ടു, ആശ്വസിപ്പിച്ചു. ധ്യാനം ആരംഭിച്ചു. ധ്യാനം ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ ആരും എന്തുമാത്രം കല്യാണങ്ങൾ, ഞാൻ ഈ മണ്ടാട്ടുപള്ളിയിലൊക്കെ വന്ന് എന്തുമാത്രം കല്യാണത്തിൽ കൂടിയിട്ടുണ്ട്. പ്രിയമുള്ളവര്, 2,500-3,000 രൂപയുടെ പ്ലേറ്റാണ് തട്ടുന്നത്. ഇനി തട്ടിയിട്ടോ പിറ്റേ ദിവസം രാവിലെ കേക്ക് റോഡ് വഴി നടപ്പാണ്. ഇതെങ്ങനെ ഒരുക്കി തീർക്കാൻ വേണ്ടിയിട്ട് കഴിച്ചത്. അപ്പൊ പ്രിയമുള്ളവർ, അങ്ങനെ നമ്മളൊക്കെ എന്തുമാത്രം ഭക്ഷണം ആവശ്യമില്ലാത്തതിലധികം കഴിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യത്തിൽ കൂടുതലാണ്, പക്ഷേ 4 നേരം നമ്മൾ കഴിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്കെതിരായിട്ട് ഒരു പ്രസംഗത്തിലാണ് ധ്യാനം ആരംഭിച്ചത് തന്നെ. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി, ഇന്ന് അച്ഛന്റെ മൂഡ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം രൂക്ഷമായ പ്രസംഗമാണ്. നേരം ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഈ കയ്യും നീട്ട് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാതെ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന മനുഷ്യരായി മാറണമെന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം കഴിഞ്ഞതോടുകൂടി എനിക്ക് നല്ല ആശ്വാസവും സമാധാനവും കിട്ടി. പക്ഷെ പെണ്ണിന്റെ കല്യാണം നടന്നില്ല. ഞാൻ തിരിച്ചു പോയപ്പോൾ എന്തോ ചെയ്തു തീർത്ത വാശിയോടെയാണ് പള്ളിമുറിയിലേക്ക്. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഇടയ്ക്ക് ഓടി വന്നു. 8 വർഷമായിട്ട് കുട്ടികളില്ലാത്ത മസ്കറ്റിൽ അവരിപ്പോൾ ജോലി ചെയ്യാം. മസ്കറ്റ് അവര് എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, അച്ഛന്റെ വാക്ക് കേട്ടാണ് ഞങ്ങൾ ധ്യാനം കൂടാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ മനസ്സിലായി, കയ്യും നീട്ടി ഇരിക്കരുത്, ഉള്ളത് കൊടുക്കണം, അല്ലാതെ കിട്ടാൻ വേണ്ടി മാത്രം ഇരിക്കരുത്. ഇപ്പൊ മനസ്സിലായി എന്തിനാണ് ധ്യാനത്തിന് വരാൻ പറഞ്ഞത്. ഇതാ നമ്മുടെ വായിലിരിക്കുന്നതൊക്കെ ഇതാ പറയാനായിട്ട് കിട്ടുന്ന അവസരമാണല്ലോ, മൈക്ക് കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ പറയാനാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതാ ബാഗ് തുറന്നിട്ട് ഒരു 15,000 രൂപ എൻ്റെ അടുക്കൽ എടുത്താന്ന് പറഞ്ഞു. എനിക്കോ പ്രസവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. ആ പെണ്ണെങ്കിലും പ്രസവിക്കട്ടെ, മക്കളെ വളർത്തട്ടെ എന്ന് പറഞ്ഞ് 15,000 രൂപ എടുത്തല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്രസംഗം ഏറ്റതിന്റെ സന്തോഷം, പെണ്ണിനെ കെട്ടിച്ചു വിടാൻ പറ്റുന്നതിന്റെ സന്തോഷം, ഇതെല്ലാം കൂടെ കൂടി ഞാൻ മുറിയിൽ വന്നു. ഇവിടെ മണകാടടുത്ത് ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് തോമസ് കറുകപ്പടി അച്ഛനാണ്. ഞാൻ അച്ഛനെ ഫോണിൽ വിളിച്ചു. അച്ഛൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ള ആൾ. അച്ഛനെ വിളിച്ചിട്ട് ഈ പൈസ അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു,
ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്തിക്കൊടുക്കും. അച്ഛൻ അതുമായിട്ട് പോയി പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത് അച്ഛൻ ആ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അത് അവരാഘോഷമായിട്ട് അങ്ങ് പോയി. എന്തായാലും പോയവരാ വഴിയെ പോയി. ഇതാ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ മസ്കറ്റിലെ കുടുംബം തിരിച്ചു വന്നവരെന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ ധ്യാനത്തിൽ പ്രാർത്ഥിച്ച് ദൈവം ഒരു കുഞ്ഞിനെ തന്നു. ഞങ്ങള് 20 ലക്ഷം രൂപ ചെലവഴിച്ച് ട്രീറ്റ് ചെയ്തതാണ്, ഒന്നും കിട്ടിയില്ല. 7 വർഷമായി പ്രാർത്ഥിക്കുന്നു, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഈ ധ്യാനത്തിന് ദൈവം ഞങ്ങളുടെ കണ്ണുനീര് കണ്ടു. ഞാൻ ദൈവത്തെ ഒന്ന് നോക്കി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, 10-20 ലക്ഷം രൂപ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കളയുന്നതിന് മുമ്പ് 7 വർഷം ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ 7 വയസ്സുണ്ടാവുമായിരുന്നു. നീ തന്നെയാണല്ലോ പരിശുദ്ധാത്മാവ് വഴി ആശീർവദിച്ച്, ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് വഴി ആശീർവദിച്ച് വിവാഹ കൂദാശ നടത്തുന്നു. അപ്പോൾ തന്നെ നീ കൂടെ പോയത്. എന്നാൽ പിന്നെ ഈ കൊച്ചിനെ അന്നേരം കൊടുക്കാൻ പറ്റില്ല. ഇവരുടെ കാശും കളഞ്ഞ്, ഇവരെ കണ്ണുനീരും കുടിപ്പിച്ച്, ഇവരെ കൊണ്ട് 8 നോയമ്പ് പിടിപ്പിച്ച്, ഇവരുടെ മുട്ടയിലെ തൊലിയും കളഞ്ഞ്, അതിനുശേഷം ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ള നേരെ അങ്ങ് കൊടുക്കരുത്. കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മണ്ടറാട്ട് പള്ളിയിൽ കഞ്ഞി കൊടുക്കുന്നു. നമുക്കറിയാം, ചെന്നാൽ ഉടനെ കഞ്ഞി കിട്ടുക. നിങ്ങളോട് പറയുക, അച്ഛൻ അനൗൺസ് ചെയ്യാണ്, ഇപ്പോൾ ചെറുപത്രത്തിന് അനൗൺസ് ചെയ്യാം, ഇതാ പള്ളിയുടെ ചുറ്റും 5 പ്രാവശ്യം ഓടിയിട്ട് വരുന്നവർ കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? ഇല്ല. പ്രിയമുള്ളവരെ, അപ്പോ നമ്മൾ ചോദിക്കും, ഇങ്ങനെ എന്തിനാ സൂക്കേടാ, എന്തിനാ എന്നെ ഞങ്ങളിട്ടോണ്ട് ഓടിക്കുന്നു ചോദിക്കുകയല്ല. ഒരു ലൈൻ നിൽക്കാൻ പറഞ്ഞാൽ പോലും നമ്മൾ അച്ഛന്മാരോട് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ലൈനായിട്ട് നിൽക്കാൻ പറയും. അങ്ങനെ ചോദിക്കും, ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടതാണിത്. പല ആളുകളും ചോദിച്ചു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊന്നിനും തയ്യാറ്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാനും കർത്താവിനോട് ചോദിച്ചു, എന്തിനാ ഇവരായിട്ടുണ്ട് ഈ കഷ്ടപ്പെടുത്തുന്നത്? 5 വർഷമായിട്ട് 8 നോയമ്പ് കൊടുക്കും, 10 വർഷമായിട്ട് 8 നോയമ്പ് കൊടുത്തുകൂടെ? എനിക്ക് പരിശുദ്ധാത്മാവിനോട് വളരെ പരിഭവം തോന്നി. പ്രിയമുള്ളവരെ, അന്നേരം എന്റെ ചെവിയിൽ മുഴഞ്ഞ വാക്ക്, ആ ഉൾക്കാഴ്ച എന്നെ പിൽക്കാലത്ത് ഒത്തിരി വളർത്തി. എന്റെ മനസ്സിൽ വന്ന ഇതാണ്, ഇപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ ഒരു ബലി നടന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് ബലി? എനിക്കില്ലാത്തത് അവൾക്ക് കിട്ടട്ടെ. ബലി ഉണ്ടോ? എനിക്കില്ലാത്തത് അവൾക്ക് ലഭിക്കട്ടെ, അതിനുവേണ്ടി ഞാൻ എനിക്കുള്ളത് നൽകാം. അതാണ് ബലി. അതാണ് ബലി. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ദൈവ സാന്നിധ്യം ഇല്ല. കുടുംബജീവിതങ്ങൾ തകർന്നു കിടക്കുന്നു, ബന്ധങ്ങൾ തകർന്നു കിടക്കുന്നു, നിത്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്വർഗം അടക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, എന്റെ ജീവിതം ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം, എന്നാലും വേണ്ട, എനിക്കൊരു ജീവിതം വേണ്ട. കാര്യം കന്യകയായി ജീവിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹം, കന്യാസ്ത്രീയാകാൻ ആഗ്രഹമുണ്ട്, ഒരു കന്യാസ്ത്രീയായി വിശുദ്ധിയായി ജീവിച്ചാൽ കൊള്ളാവുന്ന സ്വപ്നങ്ങളുണ്ട്. വേണ്ടത് പൊടിഞ്ഞു തകരട്ടെ. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നല്ല കുടുംബജീവിതം നയിച്ച് മാതൃകാപരമായി ജീവിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അതും കിടക്കട്ടെ. നാട്ടുകാര് എറിഞ്ഞു കൊല്ലാൻ സാധ്യതയുള്ള കാര്യങ്ങളാ നീ പറയുന്നത്. എന്നാലും വേണ്ടില്ല, ലോകം എന്നെ എറിഞ്ഞു കൊല്ലുന്നെങ്കിൽ എറിഞ്ഞു കൊല്ലട്ടെ, ലോകം എന്നെ വ്യഭിചാരി എന്ന് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, ലോകം എന്നെ കല്ലെറിയുന്ന, ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കട്ടെ, എന്റെ ജീവിതം തീർന്നാൽ തീരട്ടെ, എന്നാലും വേണ്ടില്ല, ലോകം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. അങ്ങനെ ചിന്തിച്ച ഒരു മനസ്സിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ അവൾ തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരമായി. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരമായി അവൾ തന്നെ മാറി. അവളുടെ ഹൃദയത്തിൽ ദൈവം ഇറങ്ങി വന്ന് വസിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഹൃദയത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് തിരികെ ദൈവ സാന്നിധ്യ അനുഭവം നൽകാൻ ഈ അമ്മ നമ്മളോട് പറയുകയാണ്, മോനെ, മകളെ, നീ എന്ത് ചെയ്യേ? സമർപ്പിക്കുക, നിന്റെ ജീവിതം കൊടുക്കുക. നാട്ടുകാർ നിന്നെക്കുറിച്ച് ഒരുപക്ഷെ നല്ലത് പറയണമെന്നില്ല, വീട്ടുകാർ നിന്നെക്കുറിച്ച് നല്ലത് പറയണമെന്നില്ല, ലോകം നിന്നെ തിരിച്ചറിയണമെന്നില്ല. പക്ഷേ തിരിച്ചറിയാൻ കഴിവുള്ള ഒരുവന്റെ മുമ്പിൽ നിന്റെ ഹൃദയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ നിന്നെ കൊണ്ടാവണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇതാ, നിങ്ങളുടെ മനസാക്ഷിയുടെ അകത്തളങ്ങൾ വിശുദ്ധമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ദൈവ സാന്നിധ്യ അനുഭവം ഇറങ്ങി വരുവാൻ മാത്രം നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങൾ വിശുദ്ധമാണോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ട്.
പ്രിയമുള്ളവര്, കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരികെ നോക്കുമ്പോൾ ചോദിച്ചു വാങ്ങിച്ച ഒത്തിരി കാര്യമുണ്ട്. എന്നാൽ തമ്പുരാന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്നേഹത്തോടെ അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പറ്റും. എന്തിനേറെ ഒരു നല്ല വിശുദ്ധ ബലിക്ക് പൂർണ്ണ സമയം ജീവിതത്തിൽ ഒരു ഞായറാഴ്ച ആ പ്രഭാതത്തിൽ അച്ഛൻ പ്രാർത്ഥന ആരംഭിക്കുന്നു. 1.5-2 മണിക്കൂറേ ഉള്ളൂ. ഒരു ഞായറാഴ്ച 24 മണിക്കൂർ ഉണ്ട്. 24 മണിക്കൂർ ഒരു 2.5 മണിക്കൂർ നേരം പൂർണ്ണമായിട്ട് അതൊരു ദശാംശം മാത്രമാണ്. നമുക്ക് 24 മണിക്കൂറിന്റെ ദശാംശം എന്ന് പറയുന്നത് 2.5-3 മണിക്കൂറാണ്. 10%. അത് തമ്പുരാന്റേതാണെന്നാണ് ബൈബിളിൽ തന്നെ പറഞ്ഞത്. ദശാംശം കർത്താവിന്റെ. ദശാംശം എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും പേഴ്സെ തപ്പി നോക്കും. പേഴ്സ് അല്ലത് ദശാംശം. പണത്തിന്റെ മാത്രമല്ല ദശാംശം, സമയത്തിന്റെ ദശാംശവും തമ്പുരാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ നല്ല ശതമാനം സമയവും ബോധമില്ലാതെ ഉറങ്ങണം. പ്രിയമുള്ളവരെ, ബാക്കി സമയം നിങ്ങൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? രാവിലെ ഇതാ തീ അങ്ങോട്ട് കത്തിക്കും. അപ്പം ആരംഭിക്കുന്ന പരിപാടിയാണ്. ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പാത്രം കഴുകുക, വീണ്ടും ഉണ്ടാക്കുക, കഴിക്കുക, വേണം. നല്ല സമയം അതിന് ചെല്ലും. പിന്നെയുള്ള സമയം മറ്റു ജോലികൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കും. എന്നാൽ നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ, നിനക്ക് രൂപം നൽകിയ നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം തേടാൻ നീ എത്ര സമയം ചെലവഴിച്ചു? അതിനുവേണ്ടി ആ സാന്നിധ്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നീ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? എന്റെ കർത്താവെ, പ്രാർത്ഥിച്ചിട്ടൊരു ദൈവാനുഭവമില്ലല്ലോ. കഴിഞ്ഞ ദിവസം, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അവനോടി തൂത്തുട്ടി ചാപ്പി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നീ വന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനിടയ്ക്കൊക്കെ ഇതിലേ പോകാറുണ്ട്. ഞാനൊരു യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന ആളാണ്. ഞാനിതിലേക്ക് പോകാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തൂത്തുട്ടി കയറി പ്രാർത്ഥിക്കാറുണ്ട്, മണകാട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ധ്യാനം കൂടാറുണ്ട്, തിരുവചനം കേൾക്കാറുണ്ട്, സായാഹ്ന ധ്യാനത്തിന് വരാറുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? എന്നെ പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഒരാളുമായിട്ട് ഇത് സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളിൽ ചില വിഷയങ്ങൾ. അപ്പൊ ഞാൻ ചോദിച്ചു, കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവന്റെ ഭാഗത്താണ് നീതി എന്ന് പറഞ്ഞു. അച്ഛാ, പോലീസും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് നിന്നാ മതി, നീ ഒന്നും പേടിക്കാനില്ല, ദൈവം നിന്റെ കൂടെയില്ലേ. അപ്പൊ പറഞ്ഞു, എനിക്കതല്ലച്ചാ പ്രശ്നം. എന്റെ പ്രശ്നം, എനിക്ക് ഈ പരിപാടിക്കിടയിൽ ഇതിന്റെ ഇടയിലെങ്ങാനും എന്റെ യേശുവിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന വേദനയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് യേശുവിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, തൂത്തുട്ടിച്ചാൽ എന്റെ മുറിയുടെ വാതുക്കലിരുന്ന് ചെറുപ്പക്കാരൻ വാവിട്ട് കരയുന്നത് കണ്ട് ഞാൻ അന്തിച്ചു പോയി. തമ്പുരാന്റെ സാന്നിധ്യം തേടുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ സാന്നിധ്യത്തിന്റെ നഷ്ടം അവനെ കണ്ടവാനും ഞെരുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെന്തെങ്കിലും ദൈവ സാന്നിധ്യ നഷ്ടം കൊണ്ട് വല്ല വേദന ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് വന്നപ്പോൾ നമ്മൾ ഇച്ചിരി താമസിച്ചു. വണ്ടി ഇതാച്ചാൽ ലേറ്റായി. നമ്മൾ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? എന്നാലും എൻ്റെ കർത്താവേ, ഇന്നത്തെ കുർബാനയ്ക്ക് നമ്മൾ സന്തോഷമായി. ഇത്രയും തീർന്നു കിട്ടിയല്ലോ. തുപതയം വരെ ഒരു തരത്തിൽ തീർന്നു കിട്ടി. ഇനിയിപ്പോൾ പതുക്കെ നടന്ന് അങ്ങേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും എന്താണ്, അച്ഛൻ ആശീർവാദം കൂടെ നൽകും. പിന്നെ തള്ളി ഉന്തി മേളിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ സമാധാനത്താലെ പോകാൻ അച്ഛൻ പറയും. അതുകൊണ്ട് അച്ഛൻ പൊക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വാതിൽ കൂടി ഇറങ്ങി വീട്ടിൽ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും, പ്രിയമുള്ളവരെ, ദൈവനഷ്ടം ഒരു വേദനയായി തോന്നാറുണ്ടോ? തോന്നണം. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച എന്ന് വേണ്ട, ജീവിതത്തിൽ എന്തെങ്കിലും പ്രഭാത പ്രാർത്ഥനയ്ക്ക് അച്ഛൻ മേശയുടെ മുമ്പിൽ വന്നപ്പോൾ മുതൽ കുർബാന അച്ഛൻ ആശീർവാദ പ്രാർത്ഥന നടത്തി കൈമുത്തി. ഇവിടെ കൈമുത്ത് ഇത്രയും പേർക്ക് നൽകാൻ പറ്റത്തില്ല. എന്നാൽ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലി സമാധാനത്താലെ പോവുക എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു 3 മാസത്തിനിടയിൽ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവം ഉണ്ടായവരെന്ന് കൈവയ്ക്കും. ജീവിതത്തിൽ നുണ പറയരുത്, മാതാവിടി ഉണ്ട്. കണ്ടോ, ദൈവ സാന്നിധ്യ അവബോധത്തെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യൻ ആരുമില്ല. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കൊക്കെ ദൈവ സാന്നിധ്യം തരാൻ വേണ്ടി ദൈവം പറഞ്ഞെന്താ? അവനെ എന്റെ ശരീരം തന്നെ ഞാൻ മുറിച്ചു തന്നേക്കാം, എന്റെ രക്തം തന്നെ ഞാൻ തന്നേക്കാം. നീ അത് കുടിച്ചിട്ടാണേലും നീ അത് കഴിച്ചിട്ടാണേലും നീയൊക്കെ എന്നെ കൊണ്ട് പറയണം. എന്റെ ആഗ്രഹത. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താ? കർത്താവേ, നിന്റെ ശരീരവും രക്തവും കഴിച്ചിട്ടാണേലും വേണ്ടില്ല, നിന്നെ കൊണ്ട് നിറയാനും എന്റെ ശരീരവും രക്തവും നിനക്ക് മേടിച്ചങ്ങോട്ട് എടുത്തിട്ടാണേലും വേണ്ടില്ല, നീ എന്നെ കൊണ്ട് നിറയണം. നിന്റെ ഹൃദയത്തിൽ എന്ന് ഞാനുണ്ടാകും. നമുക്കിതൊന്നും ഒരു വിഷയമല്ല. കർത്താവിന്റെ
പുസ്തകത്തിൽ പേരുണ്ടേലും വേണ്ടില്ല, ഇല്ലേലും വേണ്ടില്ല. നമുക്ക് ATM നിന്ന് ചാടുന്നത് പോലെ കൊച്ചു ചാടി വരണം, പിന്നെ കല്യാണത്തിന് ചെറുക്കൻ ചാടി വരണം, പെണ്ണ് ചാടി വരണം, പിന്നെ ബാങ്കിലിരിക്കുന്ന ആധാരം ചാടി വരണം, പിന്നെ എന്നാക്കെ ചാടി വരേണ്ടത്, പിശാച് ചാടി ഇറങ്ങി പോകണം, പിന്നെ ആ പിള്ളേരുടെ IAS-ന്റെ ILTS-ന്റെ എക്സാമിന്റെ റിസൾട്ട് നല്ല രീതിയിൽ ചാടി വരണം. ഇങ്ങനെ ചാടി വരാൻ വേണ്ടി ATM കാർഡുമായിട്ടിരിക്കുന്നവരെ പോലെയാണ് 8 നോയമ്പ് വന്നിരിക്കുന്ന പലരും. ആ മാനസികാവസ്ഥ ആധ്യാത്മികമല്ല, തികച്ചും പൈശാചികമാണ്. ഇതാ പ്രിയമുള്ളവരെ, അതിലുപരിയായിട്ട് നമ്മളിവിടെ വളരുക, നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകളങ്ങ് പൊട്ടുക. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ അടുത്തിരിക്കുന്നവന്റെ ചെവി തോണ്ടിയെ ചോദിക്കണം, എന്തിനാ വന്നത്? ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? നമ്മളെ നെഞ്ചത്തടിച്ച് അടിച്ച് അടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്നവൻ ഇതാ നെഞ്ചിടിച്ച് പൊട്ടിച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കും. നിങ്ങൾ ചോദിച്ചിട്ടോ എന്നെങ്കിൽ എന്തിനാ നിങ്ങൾക്കറിയില്ല? ചോദിച്ചിട്ടുണ്ടോ? ആരോട് ചോദിക്കുക? കാരണം എന്താ? നമ്മള് ATM കാർഡിൽ നിന്ന് എപ്പോഴാ ചാടുന്നെന്ന് ഓർത്ത് നോക്കിയിരിക്കും. അപ്പൊ പ്രിയമുള്ളവര്, നമുക്ക് ചുറ്റുപാടും ഇരിക്കുന്നവരൊക്കെ നമ്മളെക്കാൾ വേദനിക്കുന്നു, നമ്മളെക്കാളും വിഷമിക്കുന്നവരാ, ഭാരപ്പെടുന്നവരാ. പ്രിയമുള്ളവരെ, അടുത്ത് നിൽക്കുന്ന ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഉപേക്ഷിക്കണം. കർത്താവേ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഇതാ എനിക്ക് തരാനുള്ളത് എൻ്റെ അടുത്തിരിക്കുന്ന അയലോക്കംകാരന് കൊടുത്താൽ മതി. പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഇന്ന് സായാഹ്നതേനം വേണ്ടായിരുന്നു. എനിക്ക് ഈ 8 നോയമ്പ് പെരുന്നാളിന് കിട്ടാനിരിക്കുന്ന എല്ലാം എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കണം എൻ്റെ കർത്താവേ. അവൻ എടുക്കട്ടെ, എന്നേക്കാളും അത്യാവശ്യക്കാരനായിരിക്കുമല്ലോ അവൻ. കണ്ടോ, എന്നേക്കാളും അത്യാവശ്യക്കാരനായിരിക്കുമല്ലോ അവൻ. ഞാൻ ഓർക്കുകയാണ്, ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വിൻസെന്റ് ഡി പോളിനെ കുറിച്ച്. വിൻസെന്റ് ഡി പോൾ എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. അദ്ദേഹം, പ്രിയമുള്ളവരെ, ഒരു സന്യാസ സമൂഹം നടത്തുന്നു. അപ്പൊ ആ സന്യാസ സമൂഹം നടത്തുമ്പോൾ അനേകം ബ്രദേഴ്സ് കൂടെയുണ്ട്. അങ്ങനെ ബ്രദേഴ്സുമൊക്കെ ആയിട്ട് നല്ല രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, പിന്നെ വിശുദ്ധ ജീവിതം നയിക്കും, പുണ്യപ്രവൃത്തികൾ ചെയ്യും, പാവപ്പെട്ടവർക്ക് അരി കൊടുക്കും. ഇങ്ങനത്തെ പരിപാടികളായിട്ട് അവരിക്കലും ജീവിക്കുകയാണ്. അപ്പൊ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഈ ബ്രദേഴ്സ് എല്ലാം. അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു ദിവസം, പ്രിയമുള്ളവര്, രാത്രിയിൽ എവിടെയോ പോയിട്ട് വിൻസെന്റ് ഡി പോൾ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് ആശ്രമത്തിലേക്ക് കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു ചെറുപ്പക്കാരനെ കയ്യും കാലും കെട്ടി ബ്രദേഴ്സ് അവിടെ ഇട്ടിരിക്കും. ഉടനെ ചോദിച്ചു, ഇതെന്താ ഈ ചെറുപ്പക്കാരനെ കെട്ടിയിട്ടിരിക്കുന്നത്? അഴിച്ചുവിടാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, എന്റെ ബ്രദറെ, ഇദ്ദേഹം നമ്മുടെ ആശ്രമത്തിൽ കയറി ഇതാ മോഷ്ടിക്കാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ കരുണയും കൃപയും കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു, അതുകൊണ്ട് ഞങ്ങൾ കെട്ടിയിട്ടത്. അപ്പൊ പറഞ്ഞു, അഴിച്ചുവിടാൻ പറഞ്ഞു. അങ്ങനെ അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ വിൻസെന്റ് ഡി പോൾ പറഞ്ഞെന്താണെന്നറിയാം? സത്യത്തില് നമ്മുടെയൊക്കെ വീട്ടിൽ പാതിരാത്രിക്ക് കയറി വരണമെങ്കിൽ ഈ മനുഷ്യൻ എന്തുമാത്രം പൈസയ്ക്ക് ആവശ്യമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു. രാത്രി ഒരു വീടിന്റെ മേളിൽ കയറി ഓടിളക്കി താഴോട്ടിറങ്ങണമെങ്കിൽ എന്തുമാത്രം പൈസയ്ക്ക് ആവശ്യമുള്ള ആളാണെന്ന് ഓർക്കണം. ഈ അടുത്ത കാലത്ത് ഒരമ്മച്ചി എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ കുത്തി നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ അമ്മച്ചി തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാനാണോ? പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി പോകുക, അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ അമ്മച്ചി ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചെന്താ? അങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു മാല കാണാതെ പോയി. ഞാൻ പറഞ്ഞു, സാരമില്ല, ഒരു പക്ഷേ ഏതെങ്കിലും ആവശ്യക്കാരുടെ കൈ കെട്ടിക്കാണുന്നു. അന്നേരം പറഞ്ഞു, അതിനല്ലേ ഞാൻ വന്നത്, ഇതെപ്പോൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി കിട്ടിക്കോളും, പോവുകയല്ല, എപ്പോൾ കിട്ടും എന്നറിയാൻ. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കയ്യിൽ അപ്പോഴും കിടപ്പുണ്ട് 2 വള അപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് 2 എണ്ണം ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ 1 വള പോലും ഇല്ല, എന്നിട്ടും ഇതാ എൻ്റെ നഷ്ടപ്പെട്ടതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഉടനെ അമ്മച്ചി പറഞ്ഞു, അത് തിരുമേനി പറ, ഇതെപ്പോ കിട്ടും. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഞാനൊരു പ്രാർത്ഥന ഇപ്പൊ പറഞ്ഞു തരാം, അത് ധ്യാനിക്കണം. എൻ്റെ കയ്യിൽ എൻ്റെ മാല ഇതാ നഷ്ടപ്പെട്ടത് ആവശ്യക്കാരൻ്റെ കയ്യിലായിരിക്കാം കിട്ടിയത്, അവനത് നന്നായി ഉപയോഗിക്കട്ടെ, അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അമ്മച്ചി എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. പിന്നെ ഏത് പള്ളിമറ്റത്ത് കണ്ടാലും മിണ്ടുകയില്ല, നേരെ തിരിഞ്ഞു നടക്കും. എൻ്റെ കുപ്പായം കാണുന്നത് തന്നെ പുള്ളിക്കാരത്തേക്ക് വിഷമാണ്, തിരിഞ്ഞു നടക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഇതാണ് അവസ്ഥ. നമ്മളൊക്കെ ഇങ്ങനെ പലതും തേടുക. അപ്പൊ വിൻസെന്റ് ഇപ്പോൾ ചെയ്ത പരിപാടി എന്താണ്? എല്ലാ അത്യാവശ്യവും കാണും. അതുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ വലിയ 5.5 പവന്റെ മാലയൊക്കെ മണറാട്ടുപള്ളിയിൽ എല്ലാവരും ഒന്ന് കണ്ടോട്ടം ഓർത്ത് ഇട്ടുകൊണ്ട് വന്നായിരിക്കും. പ്രിയമുള്ളവരെ, ഒത്തിരി അത്യാവശ്യക്കാരിവിടെ ഉണ്ട്, കള്ളന്മാര്. അവൻ ആവശ്യമുള്ളതുകൊണ്ടാണ് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറകെ ഓടാൻ പോകരുത്.
എനിക്ക് ഈ പോലീസുകാരോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങളാരും കള്ളന്റെ പുറകെ വെറുതെ ഓടണം, ആവശ്യക്കാരനല്ല. അപ്പൊ പ്രിയമുള്ളവരെ ഓർത്തോളുക, ഇത് ഒത്തിരി മിച്ചമുണ്ടായിട്ടല്ലേ ഈ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പട്ടിണിക്കാരെന്തുമാത്രം ലോകം. അപ്പോ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഓർക്കുക, ആവശ്യക്കാരനാണെങ്കിൽ പ്രിയമുള്ളവരെ അത് സൂക്ഷിച്ചു വെച്ചു. ഞാൻ തൂത്തൂട്ടിൽ ഇപ്പോൾ ഒരു പള്ളി പണിതിട്ടുണ്ട് പ്രിയമുള്ളവരെ, അതിന് ഗ്ലാസ് ആയിട്ടിരിക്കും. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, കള്ളന്മാർ വന്ന് ഇത് ഇടിച്ചു പൊട്ടിച്ച അകത്ത് കയറുക. ഞാൻ പറഞ്ഞു, കള്ളൻ ആവശ്യക്കാരനാണെങ്കിൽ അവൻ വന്ന് കാശെടുത്തുകൊണ്ട് പോകും. നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ വീഴുന്നതിന് മുമ്പേ നമ്മളെന്ത് ചെയ്യും? എടുക്കും. ആരാണോ ആവശ്യക്കാരൻ അവൻ ആദ്യം എടുക്കട്ടെ. പള്ളി വീഴുന്നത് നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ ആദ്യം ചാടി എടുക്കുകയില്ലേ, അന്ന് തന്നെ തുറന്നിട്ടെടുക്കും. അപ്പോൾ ആവശ്യക്കാരൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇതാ ഇനി കഥകിലൂടെ കാശ് മുടക്കാഞ്ഞത് എന്ന് പറയാനിടയായി. അപ്പൊ പ്രിയമുള്ളവരെ, വിൻസെന്റ് പോൾ പ്രിയമുള്ളവരെ പറഞ്ഞു ആവശ്യക്കാരനായിരിക്കും. അതുകൊണ്ടാ അങ്ങനെ അഴിച്ചുവിടാൻ പോകും. അഴിച്ചു വിട്ടിട്ട് ഓരോ മുറിയിലും കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഈ മുറിക്കകത്തുള്ള എന്തെങ്കിലും സഹോദരൻ ആവശ്യമുണ്ടോ? ഉടനെ അയാൾ പറഞ്ഞു വേണ്ട. അവസാനം അടുക്കളയിൽ കൊണ്ടുപോയി ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ, വിശക്കുന്നുണ്ടോ? ഇല്ല. അന്നേരം ചോദിച്ചു, സഹോദരൻ നീ എന്നാ വേണ്ടേ? ഒന്നും വേണ്ട, ഇവിടെ നിന്ന് പോയാൽ മതി. ഉടനെ പ്രിയമുള്ളവരെ, വിൻസെന്റ് പോൾ അദ്ദേഹത്തെ കൊണ്ട് ഗേറ്റിൽ പോയി. കാരണം അദ്ദേഹത്തിന് പോവുക വേണ്ട. ഗേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിൻസെന്റ് പോൾ കൈവീശി കാണിച്ച ഉടനെ അയാൾ ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഇതാ വിൻസെന്റ് പോൾ കൈ നീട്ടി വീശി കാണിക്കുക. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ബ്രദേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വലിയ 2 പുണ്യപ്രവൃത്തി ചെയ്തു. ഒന്ന്, ഒരു കള്ളൻ ഇതാ ഒരായുധങ്ങളുമില്ലാതെ ഈ സ്ഥലത്തേക്ക് കയറി, നിങ്ങളവനെ പിടിച്ചു കെട്ടി. ഇന്ന് ഈ കള്ളനൊരു കാര്യം പഠിച്ചു, ആയുധങ്ങളില്ലാതെ മോഷ്ടിക്കാൻ പോകാൻ പാടില്ല. അതുകൊണ്ട് ആ കള്ളൻ ഇന്ന് പഠിച്ച കാര്യം ഇതാ ഒരു കൊലപാതകിയെ കൂടെ നിങ്ങൾ ഇന്ന് ഭൂമിയിൽ സൃഷ്ടിച്ചു. രണ്ടാമത്തെ കാര്യം, ഒറ്റയ്ക്ക് പോയാൽ പിടിച്ചു കിട്ടുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി അവൻ നാളെ ചെന്ന് വേറൊരു കള്ളനെയും കൂടെ സൃഷ്ടിക്കും. 2 പുണ്യപ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊക്കെ ഇന്ന് ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വഴി പല പുണ്യപ്രവൃത്തികൾ ഇതുപോലെ നടക്കുന്നു. എത്രയോ ദുഷ്ടന്മാര് നമ്മുടെ വീട്ടിലുണ്ടാകുന്നു. കുഞ്ഞുങ്ങൾ പോലും എന്താണ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കേട്ടിട്ടാണ്, അതേപോലെ IELTS പാസ്സാകുന്നതിനേക്കാൾ സ്പീഡിലാണ് നമ്മുടെ ചില ഭാഷകൾ നമ്മുടെ പിള്ളേര് പഠിക്കുന്നത്. പ്രിയമുള്ളവര്, അതിനെല്ലാം കാരണം നമ്മളുടെ മാതൃകയില്ലാത്ത ജീവിതം. അവസാനം പ്രിയമുള്ളവർ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ ഒരാൾ പമ്മി വിൻസെന്റ് പോളിന്റെ വീടിന്റെ വാതിൽക്കൽ. അവര് ബ്രദേഴ്സ് ചോദിച്ചു, എന്നാ വന്നത്, ആരാ? അങ്ങനെ പറഞ്ഞു, ഞാനാണ് കഴിഞ്ഞ ആഴ്ച വന്ന കള്ളനാ. എന്താ വന്നത്? എനിക്ക് വിൻസെന്റ് പോളിന്റെ ഒരു ശിക്ഷനായ കൊള്ളാമെന്ന് ആഗ്രഹം. പ്രിയമുള്ളവർ, ആ കള്ളൻ അവിടെ ജീവിച്ച് ഒരു വിശുദ്ധനായി മരിച്ചെന്നാ കഥ. ഓർക്കുക, നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ ദൈവ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യമുള്ളതായി മാറട്ടെ. യേശുവിനെ ഈ വീട് കൂട്ടിക്കൊണ്ടുപോകണം. പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിന്റെ മാതൃക നമ്മൾ ഏറ്റുവാങ്ങണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നെഞ്ചിൽ ഇതാ ഒരിടിപ്പുണ്ടാകും. ആത്മാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെ ഇടിപ്പ്. അത് ലോകത്തിന് തിരിച്ചറിയാൻ പറ്റണം. പ്രിയമുള്ളവർ, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ തുടിപ്പ് പിന്നെ ചരിത്രം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അമ്മയുടെ പേര് പറയുന്നിടത്തെല്ലാം ആളുകൾ തിങ്ങിക്കൂടുന്നത്. ആ ഇടിക്കുന്ന നെഞ്ചിൽ നിന്ന് സ്നേഹം ഒഴുകിയിറങ്ങുന്നോണ്ടല്ലേ നിങ്ങൾ അമ്മയുടെ നാമത്തിലൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മയോട് ആ സ്നേഹത്തിന്റെ ചൈതന്യം, ആ നെഞ്ചിടിപ്പ് സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോഴല്ലേ സെഹിയോൻ മാളികയിൽ ഇതാ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന് വർഷിക്കപ്പെട്ടു. ആ നെഞ്ചിടിപ്പിനോട് ചേർന്ന് നമ്മുടെ സ്നേഹത്തിന്റെ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സെഹിയോൻ മാളികയുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കും. അമ്മയുടെ സാന്നിധ്യം, അപ്പോസ്തോലിക സഭയുടെ അപ്പോസ്തോലിക ചൈതന്യത്തിന്റെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ കൂദാശകളിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കൂദാശകളിലൂടെ അത്ഭുതം. കൂദാശകൾ എന്ന് പറയുന്നത് എന്താണ് പ്രിയമുള്ളവര്? നമ്മുടെ സുവിശേഷ വിശ്വാസ പ്രഖ്യാപനവും അതുപോലെ ഇതാ ദൈവത്തിന്റെ ഇതാ അനുഗ്രഹത്തിന്റെ ഡിക്ലറേഷനുമാണ് കൂദാശകളെല്ലാം തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവര്, ഓരോ കൂദാശകളിലൂടെയും ദൈവത്തിന്റെ അപൂർവമായ ദൈവിക ശക്തി ഒഴുകുക. അതുകൊണ്ട് നിങ്ങൾ ദൈവ സാന്നിധ്യമാണ്. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ഞായറാഴ്ച തൈലാഭിഷേക ശുശ്രൂഷ 220ഓളം രോഗികള് പ്രാർത്ഥിക്കാൻ വേണ്ടി 220. അതിലൊരു കൊച്ചുകുട്ടിയെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, കസേരയിൽ എടുത്തോണ്ട്. തൈലാഭിഷേക ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വേറെ വഴിക്ക് പോയി. എന്നെ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, തിരുമേനി എടുത്തോണ്ട് വന്ന കൊച്ച്
ഇപ്പൊ ഇതാ കയ്യെ പിടിച്ചാൽ നടന്നുകൊണ്ട് പോയിക്കോളും. ഞാൻ പറഞ്ഞു നല്ല കാര്യം, യേശു വന്നതിന്റെ അടയാളമാണ് കൂദാശയിൽ. അങ്ങനെ പറഞ്ഞ് ഞാൻ വേറെ വഴിക്ക്. അതിനുശേഷം കൊച്ചു വീട്ടിൽ ചെന്നു. കാപ്പി കയ്യിലെടുക്കാൻ മേലാത്ത കൊച്ചു കാപ്പി എടുത്ത് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പൻ കയറി വരുന്നത്. അപ്പന്റെ സ്വരം കേട്ടു. കൊച്ചിന്റെ കയ്യിലെ ഗ്ലാസ് താഴെ. കൊച്ച് എഴുന്നേറ്റ് നിന്നിരുന്ന കൊച്ച് തളർന്നു പോയി. കൊച്ചു പഴയ പോലെ രോഗിയായി. എന്തുകൊണ്ടാ? ദൈവ സാന്നിധ്യമുള്ള കൂദാശയിലും പള്ളിയിലും വന്നപ്പോ കൊച്ചിന് സൗഖ്യം. അപ്പന്റെ സാന്നിധ്യം ഉണ്ടായപ്പോ കൊച്ചിന് സൗഖ്യം പോയി. നമ്മുടെയൊക്കെ പല രോഗങ്ങളും നമ്മുടെയൊക്കെ പാപസാന്നിധ്യത്തിന്റെ അനന്തരഫലം കൂടിയാണെന്നുള്ളത്. പാപസാന്നിധ്യത്തിന്റെ അനന്തരഫലം കൂടിയാണ്. കഴിഞ്ഞ ദിവസം തൈലാഭിഷ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇവരോട് പറയുക, ജീവന്റെ വിലയറിയാതെ ജീവനെ നശിപ്പിച്ചവരോട് പശ്ചാത്തപിക്കാൻ പറയുക. ഞാൻ ഞെട്ടിപ്പോയി പ്രിയമുള്ളവരെ. അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ജീവന് തമ്പുരാൻ ഒത്തിരി വില കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളാരും ഇനി കുഞ്ഞുങ്ങളെ കൊല്ലരുത്. അമ്മയുടെ ഉദരത്തിലെ കൊച്ചുങ്ങളെ നിങ്ങളാരും കൊല്ലരുത്. ജീവന് ഒത്തിരി വിലയുണ്ട്. ദൈവം ജീവന്റെ നിലനിൽപ്പിനാണ് ക്രിസ്തുവിനെ കാൽവറിയിൽ ബലിയായിട്ട് അർപ്പിച്ചത്. പരിശുദ്ധ അമ്മ ഒരു ദാസിയെ പോലെ നിന്നുകൊടുത്തത് ജീവനെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് പരിശുദ്ധയായ അമ്മയുടെ മക്കളെല്ലാം ജീവന്റെ കാവൽക്കാരാണെന്ന സത്യം ഓരോരുത്തരും തിരിച്ചറിയണം. നമുക്ക് അതിനാകൊണ്ട് ഭൂമിയിൽ ഓരോ മനുഷ്യന്റെയും ജീവൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സിറിയയിലും ഇറാഖിലും പ്രിയമുള്ളവരെ കഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി, ജീവന് വേണ്ടി ത്യാഗം സഹിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരോടെ ഇന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടി. രോഗശാന്തി എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പാണ്. അതുപോലെ സൗഖ്യം എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പാണ്. പ്രിയമുള്ളവർ, പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഭൂമിയിൽ ദൈവിക ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അത് നമ്മളിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് വേണ്ടി, അതുപോലെ ലോകം മുഴുവനും കഷ്ടപ്പെടുന്ന ഒത്തിരി പ്രയാസപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി, ഇറാഖിലും സിറിയയിലും കഷ്ടപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ഭീകരന്മാരുടെ കസ്റ്റഡിയിൽ കഴിയുന്ന ഒത്തിരി ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം മാനസാന്തരം ആവശ്യമുള്ള അനേകായിരം മക്കളുണ്ട് ഈ ഭൂമിയിൽ. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അതിനുവേണ്ടി അർപ്പിക്കുന്ന ബലിയായിരിക്കണം നമ്മുടെ ഓരോ പ്രാർത്ഥനകൾ. ഇന്നത്തെ പ്രാർത്ഥനകൾ നാം ഇവിടെ ഉയർത്തുമ്പോൾ ഇതൊരു ബലിയായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കണം. പരിശുദ്ധ അമ്മേ, ഞാനും നിന്റേതാണ്, എൻ്റെ പ്രാർത്ഥനകളും നിന്റേതാണ്. നീ ഈ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ ലോകത്തിലെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, തീവ്രവാദികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവർ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു തീവ്രവാദിയെ എങ്ങനെയെങ്കിലും കൈക്കിട്ടണം. കാരണം എന്താണ്? എത്ര തീക്ഷ്ണതയോടെയാണെന്നറിയോ തീവ്രവാദികൾ ഈ കാര്യങ്ങൾക്ക് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി എത്ര നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാളെ നമ്മുടെ കൈ കിട്ടി സുവിശേഷം പഠിപ്പിച്ചാൽ യേശുവിന് വേണ്ടി എത്ര നന്നായി പ്രവർത്തിക്കും. കാരണം ശൗൽ എന്ന് പറയുന്ന തീവ്രവാദി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, എത്ര വലിയ യേശുവിന് വേണ്ടി എത്ര വലിയ തീവ്രതയോടെയാണ് അവൻ പ്രവർത്തിച്ചത്. നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കൊള്ളാമല്ലോ, യേശു നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചേച്ച് ഒന്നും നടക്കുന്നില്ല. തീവ്രത വേണം, തീക്ഷ്ണത വേണം യേശുക്രിസ്തുവിനെ കുറിച്ച്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ തീക്ഷ്ണതയുള്ള ഒരു സമൂഹത്തെ ഉയർത്താൻ വേണ്ടി ആയിരിക്കണം പരിശുദ്ധ അമ്മയുടെ ഈ ബർത്ത്ഡേ ദിവസം ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അമ്മ അതിലാണ് സന്തോഷിക്കുന്നത്. ഒരാൾ യേശുവിന്റെ സാക്ഷിയായി ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ തുള്ളിച്ചാടുക. യേശുവിന്റെ ഒരു വചനത്തിന് നാം സാക്ഷ്യം വഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷം കൊണ്ട് ഇതാ തുള്ളിച്ചാടും. അമ്മ മാത്രമല്ല, സ്വർഗവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുപാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മളെല്ലാവരും ഒത്തിരി കുറവുകളുള്ളവരാണ്, ഒത്തിരി ബലഹീനതകളുള്ളവരാണ്, ഒത്തിരി പാപങ്ങളും പരാജയങ്ങളും വീഴ്ചകളും സംഭവിച്ചവരാണ്. നമ്മുടെ ഈ ബലഹീനമായ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പോലും മനസ്സിലാകുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയില്ല. അത്രമാത്രം ദുർബലരാണ്. ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് തളർന്നു പോകുന്നു. ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ പോലും മറ്റുള്ളവർക്ക് സാധിക്കും. ഒരാൾ കോപത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ, വെറുപ്പോടെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വെറുപ്പോണ്ട്. നമ്മൾ എത്ര ദുർബലത നമുക്ക് തിരിച്ചറിയാം.
നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അങ്ങയുടെ ശക്തിയില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അങ്ങയുടെ കൃപയില്ലാതെ എങ്ങനെ ജീവിക്കും? ഈ തിരിച്ചറിവുള്ളത് കൊണ്ടല്ലേ യേശു കാൽവറി ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നീ അമ്മയെ കൂടെ കൊണ്ടുപോകണം. കാരണം അവൾ കൃപ നിറഞ്ഞിരിക്കുന്നവൾ. ആ കൃപയിൽ നിന്ന് പകർന്നു കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല. അത്ര പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം വലിയ ഏറ്റുമുട്ടലുകൾ നിന്റെ ജീവിതത്തിലുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ പലതരത്തിലുള്ള ഏറ്റുമുട്ടലുണ്ട്. പിശാച് നിന്നെ പ്രലോഭിപ്പിക്കുന്നു, പാപം നിന്നെ പ്രലോഭിപ്പിക്കുന്നു, എന്തുമാത്രം തിന്മകൾ നിന്നെ പ്രലോഭിപ്പിക്കുന്നു, ഒത്തിരി ദൗർബല്യങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്കൊരു കരം വേണം, മാതൃത്വത്തിന്റെ കരം, അമ്മയുടെ കരം. പ്രിയമുള്ളവരെ, അമ്മയെ പരിചയപ്പെടുത്തിയത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവത്തിലൂടെയല്ലേ. നമ്മളൊക്കെ ജീവിതം തന്നെ ഒരു ഗർഭപാത്രത്തിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ പന്തൽ നിൽക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ ഒരു ഗർഭപാത്രമുണ്ട്. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ ആശീർവാദം ലഭിച്ചൊരു ഗർഭപാത്രം. അതാണ് എൻ്റെയും നിങ്ങളുടെയും അസ്തിത്വവും വ്യക്തിത്വം. അതുപോലെ ഒരമ്മയുടെ മാറിൽ ചാരിക്കടന്ന് അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ. ആ മാതൃസ്നേഹമാണ് നമ്മളെയൊക്കെ വളർത്തി. നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെയും പിന്നിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹവും പരിലാളനയും താരാട്ടുമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ബോധപൂർവം മറക്കുകയൊക്കെ ചെയ്യുന്ന ഈ സംഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ ആധ്യാത്മിക ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിക്ക്, സ്വർഗത്തെ തേടുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ട് സ്വർഗത്തിൽ നിന്നൊരമ്മ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. ആ അമ്മയെ സ്വന്തം അമ്മയായി നമുക്ക് സ്വീകരിക്കുക, ഏറ്റുവാങ്ങി. കർത്താവെ, ഈ നിൽക്കുന്ന ഓരോ മക്കള് അമ്മയെ സ്വന്തം അമ്മയായി ഏറ്റുവാങ്ങുക. അവരുടെ നീട്ടിയ കരങ്ങളിൽ, അവരുടെ കൈക്കുമ്പിളുകളിൽ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കാനുള്ള ദൈവിക കൃപ വർഷിക്കണം. അവരുടെ ഹൃദയങ്ങൾ ഇപ്പോൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ഓരോ വ്യക്തിക്കും അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ കൽപ്പിച്ചയച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20:19-21 വചനം. ആ തിരുവചനത്തിലൂടെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുക. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയാകുന്നു സ്വീകരിക്കും. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ദൈവമേ, ഞങ്ങളാകുന്ന ഈ മൺപാത്രത്തിൽ അങ്ങ് പൗരോഹിത്യത്തെയും പ്രധാനാചാര്യത്തെയും നൽകി അനുഗ്രഹിച്ചല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ആദരിക്കുന്നു പൗരോഹിത്യത്തെയും പരിശുദ്ധ സഭയെയും കൂദാശയെയും. അങ്ങാണ് ഞങ്ങളുടെ കയ്യിൽ പരിശുദ്ധ സഭയെയും സഭയുടെ കൂദാശകളെയും നൽകി. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളോ വ്യക്തി ജീവിതത്തിലെ ബലഹീനതകളോ കുറവുകളോ ഓർക്കാതെ ഇപ്പോൾ അങ്ങ് ഞങ്ങൾ വർഷിച്ചിരിക്കുന്ന പൗരോഹിത്യം എന്ന കൂദാശ ചൈതന്യത്തിലൂടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരണം. ഈ പന്തലിൽ കരയുന്ന രോഗികൾ ഓരോരുത്തരും ഈ ധ്യാന സമയത്ത് സൗഖ്യം പ്രാപിപ്പാൻ അങ്ങയിടയാക്കി തീർക്കണം. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ ദുർബലമാണെങ്കിലും അങ്ങയുടെ ശക്തി എത്രയോ വലുതാണ്. അങ്ങയുടെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങളിതാ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദിവ്യമാധ്യസ്ഥ തേടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനാ സമയത്ത് രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. നമുക്ക് ചുറ്റുപാട് നിൽക്കുന്ന ഓരോ രോഗിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തളർന്നു കിടക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, മാരകമായ മറ്റനേകം രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നയനങ്ങൾ
പരിശുദ്ധ അമ്മേ, അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ചേർന്നിരിക്കും കൂടെ. ഓ പരിശുദ്ധ അമ്മേ, കർത്താവേ, ഈ സമൂഹത്തിൽ നിൽക്കുന്ന രോഗികളെ സ്പർശിക്കാനും മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി, ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ബന്ധുമിത്രാദികൾ, മക്കളില്ലാതെ വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ദമ്പതികളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കള്, മക്കളുടെ ദുർനടപ്പിൽ വേദനിക്കുന്നവർ, മാനസിക രോഗികളായിരിക്കുന്നവർ, പാരമ്പര്യ രോഗങ്ങൾ കടിമപ്പെട്ടിരിക്കുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. വിശുദ്ധകന്യകയായ മർത്തമറിയം മാതാവേ, വിശുദ്ധദൈവമാതാവേ, കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, ദൈവകൃപ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ, എല്ലാവരിലും പതിവ്രതയായ മാതാവേ, ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഒരു നിമിഷം നമുക്കൊന്ന് മുട്ടുകുത്തുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാധ്യസ്ഥയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ദിവ്യ മാധ്യസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുടെ ദിവ്യ മാധ്യസ്ഥയിൽ സാന്നിധ്യവും തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ നവീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരകമായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരി സഭകൾക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി, സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്ഷമയോടെ പ്രാർത്ഥിക്കുക. സ്വർഗം തുറക്കാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ മക്കളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും വിമോചിപ്പിക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. ദൈവമേ, ഞങ്ങളെല്ലാവരും പാപികളാണ്. ഈ അങ്കണത്തിൽ എത്രയോ പേരുടെ കണ്ണുനീര് വീണ ഒരു സ്ഥലമാണ്. ഇതാ പ്രാർത്ഥിക്കുക നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. ഈ അങ്കണത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുണ്ട്. മാരകമായ ക്യാൻസർ രോഗത്തിന് അണിയപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന മക്കൾ, അവർക്കെല്ലാം ഓർക്കുക, കണ്ണുനീരോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പാപത്തിൽ വീണ് നശിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത തലമുറ എന്ന് പറയുന്നത് ഈ കാലഘട്ടം ഇതാ അടുത്ത തലമുറയ്ക്ക് സമ്മാനിക്കേണ്ട ഒത്തിരി നന്മകളുണ്ട്. അത് നിഷേധിക്കപ്പെടുന്ന മക്കളാണ്. ദൈവമേ, മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നശിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും തന്നെ കർത്താവ് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലൂടെ വ്യക്തിഹത്യ നടത്തുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ തകർക്കുകയും മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുർബലമായി പോകുന്ന സുവിശേഷ ശുശ്രൂഷകൾ ശക്തിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷകരെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സഭയിലുടനീളം ഭക്ഷിക്കപ്പെടുവാൻ വേണ്ടി എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സഭ അങ്ങയുടെ സഭയാണല്ലോ. ഈ സഭയിലെ ഓരോ ദൈവമക്കളും, അതോടൊപ്പം കർത്താവ് എല്ലാ സഹോദരി സഭകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് എല്ലാ മതങ്ങളിലും ജീവിക്കുന്നു അനേകം ദൈവമക്കൾ നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം നാനാചാര്യ മതസ്ഥരായ ആളുകൾ കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയെ നോക്കി യേശുവിന്റെ ആ മുറിവുകളിൽ നിന്ന് സൗഖ്യം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പ്രധാനാചാര്യൻ നല്ലൊരു മൂലം നൽകിയിട്ടുള്ള ദൈവിക അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഇവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തിക്കൊണ്ടും പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ടും ഇവരിലേക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കാനും ദൈവിക അനുഗ്രഹങ്ങൾ ഭക്ഷിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ട് പണിക്കുമെന്നും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്നും കൽപ്പിച്ചവനെ, നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സഭ സത്യസഭയാണെന്നും ഈ കൂദാശകൾ ദൈവികമാണെന്നും ദൈവ